the medium of today's communication, English or Malayalam, or maybe a mix of both. നമുക്ക് തുടങ്ങാം. നിങ്ങളെല്ലാവരും സാർ പറഞ്ഞ പോലെ തന്നെ your children have some special in you actually. എന്തെങ്കിലും something നിങ്ങളിൽ ഉള്ളവരാണ് നിങ്ങളെല്ലാം. അതുകൊണ്ടാണ് എന്താണ് നിങ്ങൾക്ക് എന്തെങ്കിലും thinking beyond your box actually. എല്ലാ മനുഷ്യരും ഒരു കൺസ്ട്രെയിൻ ഉണ്ടാവും. they are living in a particular box or a particular way എന്ന് പറയുന്നത്. so ആ വ്യക്തിയുടെ surroundings ഇങ്ങനെയുള്ള മൊത്തത്തിലുള്ള box. so when we are breaking that glass box or anything അപ്പോൾ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ. we can see the outer world. okay അല്ലേ? അപ്പോഴേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ആ ബോക്സിൽ പുറത്ത് എന്താണ് ഉള്ളത് എന്നുള്ളത് നമുക്ക് കാണാം. സോ നിങ്ങളുടെ നോർമലായിട്ടുള്ള പഠനം, നിങ്ങളുടെ അക്കാഡമിക്സ്, നിങ്ങളുടെ എല്ലാത്തിനും അപ്പുറം നിങ്ങൾ എന്ത് ചെയ്യും, വേറെ എന്തെങ്കിലും നിങ്ങളുടെ ആ ഒരു ചില്ലുകൾ പൊട്ടിച്ചത് കൊണ്ടാണ് നിങ്ങൾക്ക് സംതിങ് യു ക്യാൻ think differently as compared to other people. അല്ലേ? അപ്പോൾ അതാണ് നിങ്ങൾ ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ സാർ പറഞ്ഞ പോലെ തന്നെ എങ്ങനെയാണ് എഴുതുക, എങ്ങനെയാണ് നമുക്ക് നീക്കറിയാം, എല്ലാം പലതും അറിയാം. അപ്പോൾ സോ അതിലെന്താന്ന് ചോദിച്ചാൽ അത് സംതിങ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ. അപ്പോൾ ആ കാര്യങ്ങളുണ്ട്, അതിൽ നമ്മുടെ ചിന്തകളുണ്ട്, പ്രവൃത്തികളുണ്ട്. നമ്മുടെ മനസ്സിലോട്ട് വരുന്ന ചിന്തകളുണ്ട്, അല്ലേ? നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികൾ. അപ്പോ ഇതിന്റെ രണ്ടിന്റെ ഒരു വ്യത്യാസം എന്താണെന്ന് ചോദിച്ചാൽ, ഈ ചിന്തകൾ എന്ന് പറഞ്ഞാൽ അത് എപ്പോഴാ വരുന്ന ആൾക്ക് പറയാൻ പറ്റുമോ? ക്ലാസ് എപ്പോഴും ഇരുന്ന് നമ്മൾ വേറെ വരും, നമ്മൾ അതിലോട്ട് വേറെ എന്തെങ്കിലും ചിന്തകൾ കയറി വന്നിട്ടുണ്ടാവാം, അല്ലേ? ഒരു പ്രവൃത്തി എന്ന് പറഞ്ഞാൽ അത് when we have to start or when we have to stop, അത് നമുക്കറിയാം, അല്ലേ? അത് നമ്മുടെ കയ്യിലുള്ള കാര്യം. പക്ഷേ ഈ ചിന്തകൾ എന്ന് പറയുന്നത് നമ്മൾ പറയുന്ന പോലെ എപ്പോഴാണ് വരുന്നത്, എപ്പോഴാണ് പറയാൻ. ഒരു പക്ഷേ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് നമ്മൾ ചെയ്ത പ്രവൃത്തികൾ പോലും നമുക്ക് ഓർമ്മ ഉണ്ടാവില്ല. പ്രവൃത്തികൾ പോലും തന്നെ ചിന്തകൾ ഓർമ്മ ഉണ്ടാവുമോ? അന്ന് നമ്മളെ മൈൻഡിലോട്ട് ചിന്തകൾ എന്താ ഓർമ്മ ഉണ്ടാവും? സോ ഫസ്റ്റ് ഒരു എന്തെങ്കിലും എഴുതാനുള്ള ഒരു ആസ്പിറേഷൻ ഉള്ള വ്യക്തിയാണ് ഫസ്റ്റ് ഞാൻ പറയുന്നത്, നിങ്ങളുടെ കയ്യിൽ കരുതേണ്ട ഒരു പ്രാക്ടിക്കൽ ടൂൾ. അപ്പോൾ അലീസിയ കാസ്റ്ററിന്റെ ഒരു ഏറ്റവും ഫേമസ് ആയിട്ടുള്ള പുസ്തകങ്ങൾ ക്രിയേറ്റീവ് റൈറ്റിംഗ് ഗൈഡ്സ് എന്ന് പറയുന്നത്. അപ്പൊ ഏറ്റവും നിങ്ങൾ കയ്യിൽ കരുതേണ്ട ടൂൾ എന്താണെന്ന് ചോദിച്ചാൽ ഒരു കുഞ്ഞു ഡയറി. ഒരു കുഞ്ഞു ഡയറി എന്ന് പറഞ്ഞാൽ അതിന്റെ ചട്ടയെല്ലാം ഹാർഡായിട്ടുള്ള, അതായത് പെട്ടെന്ന് നശിച്ചു പോകാത്ത ഒരു കുഞ്ഞു ഡയറി. ആ ഒരു ഡയറി നിങ്ങൾ എന്ത് ചെയ്യാം കയ്യിൽ. ഇത് ക്ലാസ് റൂമിൽ കരുതുന്നതെല്ലാം ഞാൻ പറഞ്ഞു കേട്ടോ. അതായത് നിങ്ങൾക്ക് എപ്പോഴാണോ നിങ്ങൾക്ക് നിങ്ങളുടെ ചിന്തയിലേക്ക് എന്തെങ്കിലും സംതിങ് ഡിഫറെന്റ് ആയിട്ട് വരുന്നത്, അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യും, നോട്ട് ചെയ്യണം. ഇങ്ങനെ പോലെ ആക്റ്റീവായിട്ട് നിങ്ങളൊന്നും കിട്ടുന്നില്ല കേട്ടോ. എഴുത്തുകാരെല്ലാവരും ഇൻട്രോവേർട്ടൊന്നുമല്ല. അപ്പൊ അത് നിങ്ങൾ എന്ത് ചെയ്യാം, അപ്പൊ കുറിച്ചിടുക. നിങ്ങൾക്ക് കുറിക്കാൻ പറ്റുന്ന സാഹചര്യമാണെങ്കിൽ അപ്പൊ നിങ്ങൾ ഇതിൽ കുറിക്കുക. കാരണം ആ സാധനം നമുക്ക് പിന്നെ കിട്ടിയത്. ഞാൻ പറയുന്നത് നമ്മുടെ മനസ്സിൽ തോന്നുന്ന സാധനങ്ങളുണ്ട്, നമുക്ക് മനസ്സിൽ കയറി വരുന്ന ചിന്തകൾ. ആ ചിന്തകളും മറ്റുള്ളതുമാണ് നമ്മൾ കുറിച്ചിടേണ്ടത്, നമ്മൾ എഴുതി വെക്കേണ്ടത് അല്ലെങ്കിൽ കുറിച്ചിടേണ്ടത്. അത് പിന്നെ നമുക്ക് എന്ത് ചെയ്യും, അതിനെ എഡിറ്റ് ചെയ്യാനോ ഡെവലപ്പ് ചെയ്യാനോ ഒക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. ഇനി ഇതേ രീതിയിൽ തന്നെ നേരെ തിരിച്ച് നമ്മൾ സാധനം നോട്ട് ചെയ്ത് വെക്കുക എന്ന് പറഞ്ഞാൽ അതിനർത്ഥം അതിനെ നമ്മൾ മറവിയിലോട്ട് തന്നെ വിടുക. നോട്ട് ചെയ്ത് വെക്കുക എന്ന് പറഞ്ഞാൽ ഇതെല്ലാം ഞാൻ പറയുന്നത് ഇത് നിങ്ങൾ കുറിച്ചിട്ട് നിങ്ങൾക്ക് റിമൈൻഡ് ചെയ്യാൻ വേണ്ടി. കാരണം നമ്മൾ എഴുതി വെച്ചാൽ അത് കഴിഞ്ഞു, അത് നമ്മൾ ചിന്തിക്കുക. അപ്പൊ നിങ്ങളുടെ അക്കാദമിക് സാധനങ്ങളെല്ലാം നിങ്ങൾ എന്ത് ചെയ്യണം, നോട്ട് ചെയ്ത് വെക്കുന്നതോടൊപ്പം നിങ്ങൾ റിവൈൻഡ് ചെയ്യാനുള്ള സാധനം, എപ്പോഴും റിവൈൻഡ് ചെയ്യാൻ പഠിക്കാനും ഒക്കെ ആയിട്ടുള്ള സാധനം. അപ്പോ ഈ ചിന്തകൾ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യാം, അതാണ് ഒന്നാമതായിട്ട് നമ്മൾ ചെയ്യേണ്ടത്. നമ്മുടെ കയ്യിൽ ഒരു പുസ്തകം ഉണ്ടായിരിക്കും. ഏറ്റവും മെയിനായിട്ട്
പറയാറുണ്ട്, ഏറ്റവും നല്ലൊരു ടൈലർ എന്ന് പറഞ്ഞാൽ ടൈലർ ഏറ്റവും ഭംഗിയുള്ള ഉടുപ്പുകൾ നെയ്യുന്ന ഒരു ടൈലറെ പോലെയാണ് ആരെന്ന് പറയുന്നത്, ഒരു എഴുത്തുകാരെന്ന് പറയുന്നത്. ഒരുപാട് വേസ്റ്റ് വെട്ട് കഷ്ണങ്ങളിൽ നിന്ന് അത്രയും ഭംഗിയുള്ള ഒരു ഉടുപ്പ് അയാളുണ്ടാകും. ശരിയല്ലേ? നമുക്ക് പോയി നോക്കിയാൽ ഒരുപാട് വേസ്റ്റ് വെട്ട് കഷ്ണങ്ങൾ ഇങ്ങനെ കൂട്ടിട്ടത് കാണാം. അതിൽ നിന്നുണ്ടാവും ഏറ്റവും ഭംഗിയായിട്ടുള്ള ഒരു ശില്പം പോലത്തെ ഒരു ഉടുപ്പ് അയാൾ ഉണ്ടാക്കിയിട്ടുണ്ടാവും അല്ലേ? ഇതുപോലെ ഒരുപാട് എഴുതി നമ്മൾ ഒഴിവാക്കിയതിൽ നിന്ന് ഏറ്റവും നല്ല മനോഹരമായിട്ടുള്ള ഒരു കഥ നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അത് ഉണ്ടാക്കണമെങ്കിൽ ഫസ്റ്റ് നമ്മൾ ഈ പറയുന്നത് ഫസ്റ്റ് ഒരു സ്റ്റെപ്പാണ് ഞാൻ പറഞ്ഞത്. ഇതിന് ഒരുപാട് കാര്യങ്ങളുണ്ട്. ഏറ്റവും ആവേശത്തോട് കൂടിയിട്ട് എഴുതിയ സമീപിക്കുന്നത് ഒരിക്കൽ യാത്രയിൽ സുഭാഷ് ചന്ദ്രനോട് പറഞ്ഞിട്ടുണ്ട്. കോഴിക്കോട് പാലക്കാട് ഒരു നോവൽ മത്സരത്തിന്റെ ജൂലിയന്റെയായി. അപ്പോൾ ഞാനും അജയ് കൂടിയായിട്ട് കോഴിക്കോട് വേണ്ടിയിട്ട് ഞാൻ ചോദിച്ചു, എന്നാൽ ഇത്രയും വർഷം ഇത്ര കുറച്ച് മാത്രമല്ലേ എഴുതിയിട്ടുള്ളൂ? അന്ന് അദ്ദേഹം എഴുതിയത് മനുഷ്യരാവുന്ന ഒറ്റ നോവലും 25 കഥകളുമാണ്. 25 വർഷമായി സുഭാഷ് ചന്ദ്ര വന്നിട്ട് എഴുതിയിട്ടുള്ളൂ. 25 വർഷത്തിനുള്ളിൽ അത്രയും ഫേമസ് ആയിട്ടുള്ള ഒരു എഴുത്തുകാരൻ 25 കഥകളും നോവൽ എഴുതിയിട്ടുള്ളൂ. ഫിക്ഷൻ എന്ന രീതിയിലാണ്. അപ്പൊ എന്നോട് പറഞ്ഞത് എന്താന്ന് ചോദിച്ചാൽ, അനി ഞാൻ എഴുതിയതിന്റെ എത്രയോ ഇരട്ടി ഞാൻ നശിപ്പിച്ചിട്ടുണ്ട് എന്നാണ് പറഞ്ഞത്. ഞാൻ ചുരുട്ടിക്കളഞ്ഞിട്ടുണ്ട്. അദ്ദേഹം 25 കഥകൾ എഴുതിയെങ്കിൽ 250 കഥകൾ അദ്ദേഹം ചുരുട്ടി ഒഴിവാക്കിയിട്ടുണ്ട്. അതാണ് ഒരു സ്കില്ല്. ഞാൻ നേരത്തെ പറഞ്ഞ ഒരു ടൈലറുടെ സ്കില്ല് എന്ന് പറഞ്ഞില്ലേ, ഒരുപാട് വെട്ടുകഷ്ണങ്ങൾ ഒഴിവാക്കിയിട്ട് അതിന് ഏറ്റവും ഭംഗിയുള്ളത് മാത്രം തുന്നിയെടുത്തു എന്ന് പറഞ്ഞില്ല. അതേപോലെ ഒരു എഴുത്തുകാരന് വേണ്ട ഏറ്റവും മെയിൻ ആയിട്ടുള്ള സ്കില്ല് എന്താണ്? ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളത് നമ്മൾ എഴുതുന്നു, വീണ്ടും ക്രിയേറ്റ് സാർ നേരത്തെ പറഞ്ഞതാണ് എഡിറ്റിംഗ്. ഇതൊരു ഭയങ്കര ഒരു ഹെക്ടിക് അല്ലെങ്കിൽ ഒരു ഭയങ്കരമായിട്ടുള്ള ടാസ്ക്കാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഭയങ്കരമായിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്? എഡിറ്റിംഗ് ചെയ്യണം നമ്മൾ ചെയ്തത്. അപ്പോൾ നമുക്ക് ഏറ്റവും നല്ലൊരു സാധനം കിട്ടും. അപ്പൊ മലയാളത്തിൽ ഒരുപാട് എഴുത്തുകാരുണ്ട്, ഒരുപാട് ക്ലാസിക് ആയിട്ടുള്ള വർക്കുകളുണ്ട്. നമ്മളൊരു നോവലിനെ സംബന്ധിച്ച് മലയാള സാഹിത്യത്തിൽ നോക്കുകയാണെങ്കിൽ മലയാള സാഹിത്യത്തിൽ ഏറ്റവും ലക്ഷണമൊത്ത നോവൽ ശില്പം എന്ന് പറയുന്നത് ഒരുപാട് നോവലുകളുണ്ട്. ഏറ്റവും മികച്ച നോവൽ ശില്പങ്ങളിലൊന്ന് ഇനി ഞാൻ ഉറങ്ങട്ടെ എന്ന PK ബാലകൃഷ്ണന്റെ നോവൽ. ഈ നോവൽ ശില്പം എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് ചോദിച്ചാൽ, ഒരു നോവൽ വായിക്കുമ്പോൾ ചിലപ്പോൾ നമുക്ക് നോവൽ ഇഷ്ടപ്പെടും. നോവൽ നല്ല സ്റ്റാർട്ടിങ് ആയിരിക്കും. നമ്മൾ റാംകിയാറോപ്പാനെ വായിക്കും. സ്റ്റാർട്ടിങ് എന്താണ്? നല്ല റീഡബിലിറ്റി ഉണ്ടാവും. ലാസ്റ്റ് കൊണ്ടുപോയിട്ട് എന്ത് ചെയ്യും? നല്ല ഫീച്ചർ. നമ്മൾ ട്രെയിനിൽ കയറിയ പോലെ, ട്രെയിനിൽ നമ്മളൊരു സ്ഥലത്ത് നിന്ന് കയറുമ്പോൾ നമ്മൾ നേരെ അപ്പുറത്ത് കൊണ്ടുപോയിട്ട് വിടുന്നു അല്ലെ, നമ്മുടെ ഡെസ്റ്റിനേഷനെ കൊണ്ടുപോയിട്ട് ഇതുപോലെ. പക്ഷേ ഒരു നോവൽ ശില്പം എന്ന് പറഞ്ഞാൽ അതിന്റെ അകക്കാമ്പിലുള്ള സാധനമാണ് ആ നോവൽ ഒന്നായിട്ട്. പല എഴുത്തുകാരുടെ സംഗതി എന്താണെന്ന് ചോദിച്ചാൽ, ഇപ്പൊ റീസെന്റ് ആയിട്ടുള്ള പലതിലും എന്താണെന്ന് ചോദിച്ചാൽ, ഇവരുടെ അടുത്തൊക്കെ സ്വർണ്ണുണ്ട്, പക്ഷെ ഇത് ശില്പാക്കാനുള്ള കഴിവ് പറയുന്നുണ്ട്. മനസ്സിലായോ? സ്വർണ്ണം കൊണ്ട് ശില്പം ഉണ്ടാക്കാൻ പറയും. അതായത് ഇവർക്കൊക്കെ സ്പാർക്കുകൾ ഉണ്ട്, സ്വർണത്തിന്റെ തരികൾ ഉണ്ട് എന്ന് പറയുന്നത്. ആ സ്വർണത്തിന്റെ തരിയെല്ലാം കൂടി ഒരു ഭയങ്കര ഭംഗിയുള്ള ഒരു ശില്പം, നോവലൊരു ശില്പഘടന പറയാം, ഒരു ശില്പം തന്നെയാണ് പറയുന്നത്. ആ ഒരു ശില്പമാക്കി മാറ്റാനുള്ള ഒരു കഴിവ് ചെയ്യാം പല എഴുത്തുകാർക്കും. അപ്പോ അതെന്ത് ചെയ്യാം? അത് കാലാധിപത്യമായിട്ട് നിലനിൽക്കൂല. അതായത് ഒരുപാട് കാലം നമ്മൾ അന്ന് ഇനിഞ്ഞാലുറങ്ങട്ടെ വായിക്കുന്നു, ഇന്നും വായിക്കുന്നു ഇനിഞ്ഞാലുറങ്ങട്ടെ. അന്ന് ഖസാക്ക് വായിക്കുന്നു, ഇന്നും ഖസാക്ക് ബെസ്റ്റ് സെല്ലറാണ്. ബെസ്റ്റ് സെല്ലർ എന്ന് പറഞ്ഞാൽ ഇത്രയൊക്കെ ഉണ്ടായിട്ടുള്ള ബെസ്റ്റ് സെല്ലറാണ്. മറ്റൊക്കെ ഒരു കാലത്തിനനുസരിച്ച് ഓരോരോ പുസ്തകങ്ങൾ വന്നു, ആ കാലം കഴിഞ്ഞു, അത് താഴോട്ട് പോയി. ഇതെപ്പോഴും അവരുടെ നോവലുകളുടെ ശില്പം അല്ലെങ്കിൽ എല്ലാ തലമുറക്കും ആസ്വദിക്കാൻ പറ്റിയതോ കാലാധിപത്യമായിട്ട് നിലനിൽക്കുന്നു. കാലാധിപത്യം എന്ന് പറഞ്ഞാൽ എന്താണ്? എല്ലാ കാലവും നിലനിൽക്കുന്ന ദിവസമാണ് അല്ലെ? ആ രീതിയിൽ. അപ്പോ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഞാൻ ഫസ്റ്റ് ഞാൻ പറഞ്ഞു ഒരു നോട്ട്ബുക്ക് അല്ലെ, ഇതിൽ നിങ്ങൾ വിചാരിക്കേണ്ട എന്താണെന്ന് ചോദിച്ചാൽ, മനുഷ്യന്മാരോടെല്ലാം നിങ്ങൾ ഭയങ്കര ക്വൈറ്റായിട്ട് എന്താ പറയാ നിങ്ങൾ പെരുമാറുമ്പോൾ നിങ്ങളുടെ ചിന്തകളോട് നിങ്ങളൊരു ഏകാധിപതിയെ പോലെ പെരുമാറണമെന്നാണ്. അതായത് ചിന്തകൾ നമ്മളെന്താണോ പറയുന്നത് അവിടെ ചിന്തകൾ നിൽക്കണം. മനസ്സിലായോ? ആ ചിന്തകളോട് നമുക്ക് ഫുള്ള് കൺട്രോൾ വേണം. അപ്പോ
ഇനി എന്താണ് നമുക്ക് ഇതിൽ നമ്മൾ പറഞ്ഞല്ലോ നമ്മൾ എങ്ങനെയാണ് ഒരു സാധനം എഴുതുക. നമ്മൾ കണ്ണുകൊണ്ട് കാണുന്ന സാധനങ്ങളാണ് നമ്മൾ എഴുതുക. ഞാൻ പറഞ്ഞ ഏറ്റവും ആവേശത്തോട് കൂടിയിട്ട് നിങ്ങൾ ഇതിനെ സമീപിക്കണം പറഞ്ഞില്ലേ. ഈ ആവേശം എന്ന് പറയുന്നത് എന്താന്ന് ചോദിച്ചാൽ കണ്ണുകൊണ്ടും ചെവി കൊണ്ടും മൂട്ടുകൊണ്ടും എല്ലാം കൊണ്ടും നിങ്ങൾ എഴുതണം. മനസ്സിലായോ? സാധാരണ അല്ലെങ്കിൽ എല്ലാം കൊണ്ടും നിങ്ങൾ കാണണം ഒരു എഴുത്ത് എന്ന് പറഞ്ഞാൽ. അതായത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാല് ഈ പറഞ്ഞ പോലെ കണ്ണുകൊണ്ട് കാണുന്നതാണല്ലോ നമ്മൾ എഴുതുക, അല്ലേ? കണ്ണുകൊണ്ട് കാണുന്നതല്ലേ എഴുതുക? ആണോ? നമ്മൾ മിണ്ടുന്നില്ല അല്ലേ? കാണുന്നതല്ലേ നമ്മൾ എഴുതുക. നമ്മൾ കണ്ണുകൊണ്ട് എന്താണ് കാണേണ്ടത്? കണ്ണുകൊണ്ട് കാണുന്നത് മാത്രം എഴുതിയാൽ നമുക്ക് നല്ലൊരു രചന ഉണ്ടാക്കാൻ പറ്റില്ല. നമുക്ക് എന്ത് ചെയ്യണം? അതിന് ഒരു മൂന്നാലപ്പോ നമ്മൾ പറയും എന്താണ് ദൃശ്യം, അല്ലെ? ദൃശ്യം അതാണ് നമ്മൾ കാണുന്നത്, അല്ലെ? കണ്ണുകൊണ്ട് കാണുന്നതാണ് നമ്മൾ ദൃശ്യം എന്ന് പറയുന്നത്. ഘ്രാണെന്ന് കേട്ടോ, ഏറ്റവും ഘ്രാണശക്തിയുള്ള മൃഗേതമൊക്കെ പറയുമ്പോൾ ഘ്രാണം എന്ന് പറഞ്ഞാൽ എന്താ? ഘ്രാണം എന്ന് പറഞ്ഞാൽ എന്താ അറിയോ? ഘ്രാണം എന്ന് പറഞ്ഞാൽ നമ്മള് സ്മെല്ല് ചെയ്യുന്നത് കേട്ടോ. നമ്മൾ സ്വയം ഒരു നായയാവുക എന്നാണ് എഴുത്തിൽ പറയാം. നമ്മൾ സ്വയം ഒരു നായയാവുക, അതായത് ഒരു നായയുടെ ഘ്രാണശക്തി നമ്മൾ നേടുന്നത്. സോ ശ്രവ്യം പറഞ്ഞു, അല്ലെ? രണ്ടാമത് എന്ത് പറഞ്ഞു? കാണാം, അല്ലെ? നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത്? സ്മെല്ല് ചെയ്യാൻ പറ്റുന്നത്, അല്ലെ? ഇനി മൂന്നാമതായി നമ്മൾ പറയുന്നത് എന്താന്ന് ചോദിച്ചാൽ സ്പർശം. നമ്മൾ തൊടുന്നത്, നമ്മൾ തൊട്ടെഴുതുന്നതാണ്. അപ്പൊ നമ്മള് തൊട്ടെഴുതണം എന്നാ പറയാം. ഈ പിന്നെ സാധാരണ രീതിയിൽ നമ്മൾ കാണുമ്പോൾ എന്തെങ്കിലും കാണുന്ന കാഴ്ചകളെ കുറിച്ചിട്ട് നമ്മൾ എഴുതുന്നു. നിങ്ങൾ കാണുമ്പോൾ നിങ്ങൾ എന്തൊക്കെയാണ് ഒരു എഴുത്തുകാരൻ കാണേണ്ടത് നോക്കണം. എന്തൊക്കെയാണ് കാണേണ്ടി വരിക? എന്തൊക്കെയാണ് കാണേണ്ടി വരിക? നമ്മളിപ്പോ എന്തെങ്കിലും ഒരു പിന്നെ എന്തെങ്കിലും ഒരു ആക്സിഡന്റ് നടന്നു, അല്ലെ? നമ്മളൊരു ആക്സിഡന്റ് കാണും, അല്ലെ? സാധാരണ ഏതൊരു മനുഷ്യനും ആക്സിഡന്റ് കാണില്ല, അല്ലെ? പക്ഷെ ആ ഒരു എഴുത്തുകാരൻ കാണേണ്ടത് എന്താന്ന് ചോദിച്ചാല് ആ ആക്സിഡന്റ് കണ്ടു നിന്നിട്ടുള്ള ഒരു വ്യക്തിന്റെ മുഖം ഉണ്ടല്ലോ, മനസ്സിലായോ? അതാണ് നിങ്ങൾ കാണേണ്ടത്. അതെന്താണ്? അയാളുടെ മുഖത്തുണ്ടാവുന്ന ഭാവവ്യത്യാസങ്ങളുണ്ട്. ഈ സാധനമാണ് നിങ്ങൾ കാണുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞു ഇതേപോലെ തന്നെ പിന്നെ ഘ്രാണം എന്ന് പറഞ്ഞു, അല്ലെ? നമുക്ക് സ്മെല്ലുകൾ, അല്ലെ? നിങ്ങൾക്ക് ആർക്കെങ്കിലും പുല്ലരിയുടെ സ്മെല്ല് എന്താന്ന് അറിയും? നിങ്ങൾക്ക് റോസാപ്പൂവിന്റെ ഒക്കെ അറിയില്ലേ, അല്ലെ? പുല്ലരിന്റെ സ്മെല്ല് എന്താന്ന് അറിയും? അതായത് ഏറ്റവും പുലർച്ചെ രാവിലെ നമ്മളൊരു വഴിയിലൂടെ നടക്കുമ്പോഴുള്ള ഒരു പുലരിക്കൊരു സ്മെല്ല്. അതുപോലെ തന്നെ രസ്നം എന്ന് പറയും. ഞാൻ പറഞ്ഞ അടുത്തത് എന്താണ്? ശ്രവ്യം പറഞ്ഞു, കാണം പറഞ്ഞു, രസ്നം. രസ്നം എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ രുചിക്കുന്നതിനാണ് നമ്മുടെ രസ്നം എന്ന് പറയുന്നത്, അല്ലെ? അൽഫാമിന്റെ രുചി നിങ്ങൾക്ക് അറിയാം, അറിയില്ലേ? മഴയുടെ രുചി അറിയോ? അറിയോ? മഴയുടെ രുചി അറിയോ? ഒരു എഴുത്തുകാരൻ കണ്ടത് മഴയുടെ രുചി, മഴയുടെ രുചി അറിയണം. അതുപോലെ തന്നെ ബിൽഡിംഗ് ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന ഇഷ്ടികന്റെ രുചി അറിയോ? കല്ലുകളുടെ. അതുകൊണ്ട് ആവശ്യമില്ലാത്തതെല്ലാം വാരി വെച്ച് തിന്നാനും വല്ല അസുഖം വരുന്നതല്ല പറഞ്ഞേ. ഞാൻ പറഞ്ഞത് നമ്മുടെ എഴുത്തിലുള്ള ടൂളുകളാണ്. നമുക്ക് എഴുതുമ്പോ നമുക്കുള്ള ടൂളുകളാണ്. എഴുതുമ്പോഴേ നമുക്കുള്ള ടൂളുകളാണ് നമ്മൾ പറഞ്ഞത്. എഴുതുമ്പോൾ നമുക്കുള്ള ടൂളുകളാണ്. കാരണം നമ്മൾ സാധാരണ വ്യക്തികളോ മനുഷ്യനോ കാണുന്ന കാഴ്ച കണ്ടാൽ പോലെ നമ്മൾ ഒരു എഴുത്തുകാരൻ കാണാത്ത കാഴ്ചകൾ കാണുന്നുണ്ട്. കാണാത്ത കാഴ്ചകൾ കാണണമെങ്കിൽ ഒരു ആക്സിഡന്റ് കണ്ടു നിന്നിട്ടുള്ള ഒരു വ്യക്തിന്റെ മുഖത്തെ ദൈന്യത നമ്മുടെ കണ്ണുകൊണ്ട് നമുക്ക് ഒപ്പിയെടുക്കാൻ കഴിയണം. അപ്പോഴേ നമ്മൾ എന്തെങ്കിലും ഒരു കഥയോ മറ്റുള്ളതോ എഴുതുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ആ സമാധാനം കിട്ടുള്ളൂ. ഇതുപോലെ തന്നെ നമ്മൾ പറഞ്ഞതുപോലെ മണം, അതുപോലെ തന്നെ ഇപ്പൊ നമ്മൾ പറഞ്ഞ എന്താണ്? രസ്നം. നമ്മൾ പറഞ്ഞ ഇതിന്റെ രുചികളാണ് നമ്മൾ അറിയേണ്ടത്.
അതിന് രുചി ഉണ്ടോ എന്ന് ചോദിച്ചാൽ അത് നിങ്ങൾ അനുഭവിച്ചറിയാം. മഴക്ക് ഒരു രുചി ഉണ്ടോ എന്ന് ചോദിച്ചാൽ അത് നിങ്ങൾ അനുഭവിച്ചറിയാം. കാറ്റിനൊരു രുചിയുണ്ടോ? അല്ലെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ കല്ലുകൾക്കും ഇഷ്ടികൾക്കും രുചിയുണ്ടോ? അല്ലെ? ഒരു പാവപ്പെട്ട ഒരു കുട്ടി ഒരു ഭക്ഷണം കഴിക്കാനില്ലാതെ കല്ലോ മണ്ണോ തിന്ന് കഴിയുന്ന ഒരു കുട്ടിയുടെ എന്തെങ്കിലും ഒരു രീതിയിൽ ഒരു കഥാപാത്രമായിട്ട് നിങ്ങളൊരു കഥയിൽ നിങ്ങൾക്ക് കൊണ്ടുവരണമെങ്കിൽ നിങ്ങൾക്ക് ആ കാര്യത്തിൽ അറിയണ്ടേ? അറിയണ്ടേ? അപ്പോ ഇതാണ് ഈ രീതിയിൽ. പിന്നെ അടുത്തത് എന്താന്ന് ചോദിച്ചാൽ സ്പർശം. ഈ സ്പർശം എന്ന് പറഞ്ഞാല് നിങ്ങൾ കാണേണ്ടത് എന്താന്ന് ചോദിച്ചാല് നമ്മൾ എന്തെങ്കിലും ഒരു സാധനത്തിൽ തൊടുമ്പോൾ നമുക്ക് ഇഷ്ടമുള്ളതോ ഇഷ്ടമില്ലാത്തതോ ആയിട്ടുള്ള എല്ലാ സാധനത്തിനെയും നമ്മൾ സ്പർശിക്കാൻ പഠിക്കും. സ്പർശനം എന്തുകൊണ്ടാണ്? പുതിയ നമ്മുടെ കൈകൊണ്ട് അല്ലെങ്കിൽ നമ്മുടെ ചർമ്മം കൊണ്ട്, അല്ലേ? അപ്പോ അത് നമ്മളെന്താണ് ആ ഒരു പ്രതലത്തിൽ തൊടുമ്പോ അത് ഈ ഒരു ഷീറ്റിലായിക്കോട്ടെ, ഒരു റഫായിട്ടുള്ളതിലായിക്കോട്ടെ, എന്തും ആയിക്കോട്ടെ, ഒരു നമുക്ക് ഇഷ്ടമുള്ള ഒരു അരമോ പൂച്ചയിലോ എന്തിനായിക്കോട്ടെ, ഇതിനെ നമ്മൾ തൊടുമ്പോ നമുക്ക് അതിൽ നിന്നുണ്ടാകുന്ന കണ്ണടച്ചിട്ട് നമുക്ക് കിട്ടുന്ന അനുഭൂതി അതെല്ലാവരും വ്യത്യസ്തമായിരിക്കും. മനസ്സിലായില്ലേ? ആ അനുഭൂതി എന്താണെന്ന് നമ്മൾ അറിയണം സ്പർശത്തിലൂടെ. അപ്പോഴേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ആ ഒരു സാധനം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. എന്തില്? നമ്മളെ എഴുത്തിൽ. അത് നമ്മുടെ ഉപമയും രൂപകാലക്കാരും ഒക്കെ പറയും. ഒരു സാധനത്തിനോട് കുളിക്കുക, പിന്നെ അങ്ങനെയൊക്കെ ചെയ്യുന്ന സമയത്ത് ഈ സാധനങ്ങൾ നമ്മൾ അതില് ഇൻസ്റ്റിൽ ചെയ്യണം. കഥയിൽ അത് നമ്മൾ കൊണ്ടുവരണമെങ്കിൽ എന്ത് ചെയ്യേണ്ടി വരും? ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മളത് കൊണ്ടുവരേണ്ടി വരിക. വർഷം പറഞ്ഞു, രസനം പറഞ്ഞു, ഗാനം പറഞ്ഞു, അല്ലേ? പിന്നെന്താ പറഞ്ഞേ? ശ്രവ്യം പറഞ്ഞു. ആ ശ്രവ്യം അടുത്തത് കേൾക്കുക. ശ്രവ്യം എന്ന് പറഞ്ഞാൽ എന്താ? കേൾക്കുക, അല്ലെ? അപ്പോ നമ്മൾ കേൾക്കേണ്ട സൗണ്ട് ഇപ്പൊ നമ്മൾ സാധാരണ നമ്മളെല്ലാം കേൾക്കാറുണ്ട്, അല്ലെ? ഓരോന്നിന്റെയും സൗണ്ടുകളെ നമുക്കൊരു വണ്ടിക്ക് തുറക്കാൻ പറ്റുന്നത് ഒരു റോഡ് കുഴിക്കുന്ന സൗണ്ട്, മനസ്സിലായോ? ഒരു റോഡ് കുഴിക്കുന്ന സൗണ്ട്. ആ റോഡ് കുഴിക്കുന്ന സൗണ്ട് നമ്മൾ എന്ത് ചെയ്യണം? നമുക്ക് മനസ്സിലാക്കാൻ കഴിയണം. അത് നമ്മൾ ഭയങ്കരമായിട്ട് നിരീക്ഷിക്കണം. പിന്നെ നിങ്ങൾ ഏറ്റവും മെയിനായിട്ട് നിങ്ങൾ കാണുന്ന സമയത്ത്, നിങ്ങൾ കേൾക്കുന്ന സമയത്ത്, കാണുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കുന്ന ഒരു സാധനം എന്താണെന്ന് ചോദിച്ചാൽ എന്തെങ്കിലും പ്രത്യേക രീതിയിലുള്ള ചേഷ്ട എന്ന് പറഞ്ഞാൽ ചില വ്യക്തികൾ, നമ്മളിപ്പോൾ വയസ്സായിട്ട് ഒരാളെ തന്നെ ശ്രദ്ധിച്ചോളൂ. ഒരു വയസ്സായ ആളെ നമുക്ക് നമ്മുടെ കഥയിൽ അടയാളപ്പെടുത്തണമെങ്കിൽ അയാളുടെ ചേഷ്ടകളെല്ലാം നമുക്ക് വർണ്ണിക്കട്ടെ, വേണ്ടേ? അപ്പൊ അത് വേണമെങ്കിൽ നമ്മൾ എന്താണ്, വ്യക്തികളുടെ ചേഷ്ടകൾ നമ്മൾ എന്ത് ചെയ്യണം? ഒബ്സർവ് ചെയ്യണം. ഏറ്റവും മെയിൻ ആയിട്ട് നമ്മൾ ഇതിന് വേണ്ടത് എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ ഒബ്സർവ് ചെയ്യാണ് വേണ്ടത്. നമ്മൾ എന്ത് ചെയ്യാം? ഓരോ വ്യക്തിയും നമ്മൾ ഒബ്സർവ് ചെയ്യുക, ഓരോ കാര്യങ്ങളും നമ്മൾ ഒബ്സർവ് ചെയ്യുക. ഈ ഒബ്സർവ് ചെയ്യുന്നതിലൂടെയാണ് നമ്മളിപ്പോ ഈ കാണുന്ന ഒരു വയസ്സായിട്ടുള്ള ആളുകൾ ആണെങ്കിൽ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും എന്താണ് ഒരു മെന്റലി ഡിസേബിൾഡ് ആയിട്ടുള്ള ഒരാളാണെങ്കിൽ, അല്ലെങ്കിൽ വേറെ എന്തൊരാളാണെങ്കിൽ ഇവരെന്താണ് ചേഷ്ടകൾ നമ്മൾ എന്താണ് നമ്മൾ കാണുമ്പോൾ. അപ്പോൾ ഇങ്ങനെയുള്ള സാധനങ്ങളാണ് ഇത് എന്ന് പറയുന്നത്. അല്ലാതെ നോർമലായിട്ട് മസ്തിഷ്കമായിട്ട് ബന്ധിപ്പിച്ചിട്ടുള്ള ഒരു അവയവം മാത്രമാണ് കണ്ണ്, അല്ലേ? ഈ ഒരു കണ്ണുകൊണ്ട് കാണുന്നത് മാത്രം നമ്മൾ എഴുതിയാൽ നമ്മൾ എഴുത്തുള്ളൂ. അതുകൊണ്ടാണ് മൂന്ന് ആവശ്യം. കണ്ണുകൊണ്ടും നമ്മൾ പറഞ്ഞ പോലെ മൂക്കൊണ്ടും ചെവി കൊണ്ടും വായ കൊണ്ടും സ്പർശനാവയം കൊണ്ടും ഒക്കെ നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ എഴുത്തിനെ സമീപിക്കണം എന്ന് പറയും. മനസ്സിലായില്ലേ? അപ്പോ ഇപ്പൊ നമ്മൾ ഈ ദൃശ്യത്തിൽ പറയുമ്പോൾ നമുക്ക് അതേപോലെ തന്നെ ആളുകളുടെ നടത്തം നമുക്ക് ശ്രദ്ധിക്കാം, അല്ലെ? ഓരോരോ വ്യക്തികൾക്ക് ഓരോരോ ടോണായിരിക്കും, അല്ലെ? അവരെ ആയിരിക്കും ഓരോരോ രീതിയിൽ ഓരോരോ കഥകൾ വരുന്നത്. ഈ കഥകൾ കാണും കുറെ ആളുകൾ സിനിമയിൽ കാണും, അല്ലെ? സിനിമയിൽ കാണും, അവർക്ക് അവരുടേതായിട്ടുള്ള ചേഷ്ടകളും മറ്റുള്ളതും കാണും. ഇങ്ങനെയാണ് ഈ ചേഷ്ടമൊക്കെയുള്ള ആളുകളെ എടുക്കുന്നത് ഡെയിലി റൊട്ടീനിൽ കാണുന്ന, എഴുത്തുകാരെടുക്കുന്ന ഡെയിലി റൊട്ടീനിൽ കാണുന്ന വ്യക്തികളിൽ നിന്നാണ്. അപ്പോ അതേപോലെ തന്നെ പ്രകാശത്തിന്റെ ആകൃതി, വിരല്, ഇരുട്ട്, മേഘങ്ങള്, ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ എന്ത് ചെയ്യുന്നത്? ശ്രദ്ധിക്കുന്നത്.
ഒരു പ്രാവശ്യം ഈ സന്തോഷ് കുമാർ ഫേമസ് ആയിട്ടുള്ള റൈറ്ററാണ്, ഈ സന്തോഷ് കുമാർ അക്കാദമി അവാർഡ് ഇവരോട് ചോദിച്ചു എങ്ങനെയാണ് നിങ്ങൾക്ക് ഈ കഥ കിട്ടുന്നത് എഴുതുന്നത്. ഇവര് റിയൽ ആയിട്ട് പറഞ്ഞൊരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ മറ്റുള്ളവർക്ക് ഞാനൊരു ഭൂമി എന്റെ അടുത്തിരുന്ന് എനിക്ക് വലിയുണ്ടായിട്ടാണ് നോക്കുന്നത്. എന്താണ് ഞാനിതൊരു ആന്റിനെ പിടിച്ച് ഇങ്ങനെ നടക്കുക ടൗണിലൂടെ, അതായത് ആന്റിന എന്ന് പറഞ്ഞാൽ ഇങ്ങനെ നോക്കി നടക്കുക, ഒബ്സർവ് ചെയ്യാണ് എവിടുന്നാണ് എന്താണെന്ന് വീട് നിൽക്കുന്നത്. ആക്ച്വലി അത് തന്നെയാണ് എല്ലാ എഴുത്തുകാരുടെ അവസ്ഥ. എന്താണോ വരുന്നത് അതാണ് എന്താണ് അവരത് കഥയിലോട്ട് മാറ്റുന്നത് എന്ന് പറഞ്ഞത്. അപ്പൊ ഇങ്ങനെയാണ് നമ്മളൊരു സാധനം എഴുതുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ശ്രദ്ധിക്കേണ്ടത്. പിന്നെ അടുത്തത് നമ്മൾ നോക്കേണ്ടതെന്ന് ചോദിച്ചാൽ ഈ ഒരു നോട്ട്ബുക്ക്, പിന്നെ നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള 5 കാര്യങ്ങൾ അല്ലെ, ഒന്ന് കാഴ്ച, ഒന്ന് രുചി, ഒന്ന് സ്പർശം, പിന്നെ ഒന്ന് സ്മെല്ല്, പിന്നെ ഇത്രയും 5 കാര്യങ്ങൾ അല്ലെ. ഇത് കഴിഞ്ഞാൽ ഒരു കഥക്കുള്ള ഒരു സാധനമായി നമ്മൾ ഈ സാധനം ഉപയോഗിക്കും. പിന്നെ നമ്മളതിനെ കൂട്ടേണ്ടതെന്ന് വെച്ചാൽ ഉപമ രൂപകാലങ്കാരം എന്നൊക്കെ പറയുന്നത്. സാധാരണ മലയാളത്തിലെ ടീച്ചേഴ്സിന് അറിയാം, ഒന്നൊന്നിനോട് സാദൃശ്യം ചെന്നാൽ ഉപമയാമത്. എന്താണ് ഒരു കാര്യം മറ്റൊരു കാര്യം പോലെയാണ് നമ്മൾ എന്ത് ചെയ്യാം പറയുന്നതിനാണ് നമ്മൾ എന്തെന്ന് പറയാം, ഉപമ എന്ന് പറയും. മനസ്സിലായോ? അതായത് പിന്നെ ഏതെങ്കിലും ഒരു കാര്യം ഇന്ന കാര്യം പോലെയാണ്, ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള കാര്യം പോലെയാണ്. നമ്മുടെ ഏകാന്തതയിൽ 100 വർഷങ്ങൾ എന്ന് പറയുന്നത് 100 years of solitude എന്ന് പറയുന്ന കാര്യം കേട്ടണോ? ഓക്കെ. മാർക്കസിന്റെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഒരു കൃതി, അതില് ഒരു പിന്നെ ഒരു പ്രത്യേക സ്ഥലത്തെ കുറിച്ചിട്ടാണ് മാർക്കസിന്റെ ജീവിതത്തിനിടയിൽ പറയുന്നത്. അങ്ങനത്തെ ഒരു സ്ഥലത്തെ കുറിച്ചിട്ടാണ് മാർക്കസ് പറയുന്നത്. ഇത് പറയുമ്പോൾ ഫസ്റ്റ് പറയുന്നത് എന്താണ്, ഒട്ടക പക്ഷിയുടെ മുട്ടകൾ പോലെ എഴുന്ന വെള്ളാരങ്ങളിൽ. അതായത് ഒരു പുഴയുള്ള ആദ്യമായിട്ട് മനുഷ്യവാസം നൽകിയിട്ടില്ല എന്ന് പറയുന്നത് ഫസ്റ്റ് ഭയങ്കര രസമാണ് പറയുന്നത്. എന്താണ്, കാലം അത്രയൊന്നും കടന്നു പോകാത്തത് കൊണ്ട് തന്നെ എന്താണ് ചില വസ്തുക്കൾക്കൊന്നും, അതായത് ഭൂമി ഒരുപാടൊന്നും വികസിക്കാത്തത് കൊണ്ട് തന്നെ ചില വസ്തുക്കൾക്കൊന്നും പേരുകൾ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് അവയെല്ലാം തൊട്ടു നോക്കിയിട്ടായിരുന്നു ഞങ്ങൾ എന്ത് ചെയ്തിരുന്നത്, പറഞ്ഞിരുന്നത്. ഇന്ന് നമുക്ക് ഓരോന്നിനും പേരുകളില്ലേ, ഇല്ലേ? കല്ല്, മണ്ണ്, ചരല് എന്ന് പറഞ്ഞിട്ടില്ലേ? ഇതുപോലെ വെള്ളം ഒഴിക്കുന്ന അരുവിയിൽ പറയാം, വെള്ളാരകല്ലുകളെ കണ്ടിട്ട് പറയാം, ഒട്ടക പക്ഷിയുടെ മുട്ടകൾ പോലെ എഴുതാവുന്ന രീതിയിൽ ഉപമ. അതിനാണ് നമ്മൾ ഉപമ അല്ലെങ്കിൽ ഉപകാരകാരം എന്ന് പറയുന്നത്. ഇതെന്ത് ചെയ്യാം, നമ്മൾ ആവശ്യമുള്ളവർക്ക് നമ്മൾ അത്യാവശ്യം ഉപയോഗിക്കും. ഇത് ഓവറായി കഴിഞ്ഞാൽ ഒന്നായിട്ട് ആവശ്യം. മനസ്സിലായില്ലേ? പുണ്യാളുകളാണ് സിഗരറ്റിന്റെ പുകച്ചുരുളുകൾ. ഈ പുകച്ചുരുളുകൾ പോലെ ഓർമ്മകൾ എന്നെ വട്ടം പിടിക്കുന്നു എന്ന് പറയുന്നത് ഭയങ്കര ഭംഗിയുള്ളൊരു ഓർമ്മയാണ്. അതെന്ന് വെച്ചാൽ ഓർമ്മകൾ എപ്പോഴും നമ്മൾ എത്ര ആട്ടിപ്പായിക്കാൻ ശ്രമിച്ചാലും വന്നുകൊണ്ടിരിക്കൂലേ? മനസ്സിലായി? നമ്മളിങ്ങനെ ചുറ്റിക്കൊണ്ടിരിക്കും. അപ്പൊ ഇതേ രീതിയിലാണ് പറയുന്നത്. അപ്പോ ഇതാണ് നമ്മൾ പറയുന്ന പോലെ ഉപമ അല്ലെങ്കിൽ ഉപകാരക്കാരൻ. അപ്പൊ ഈ ഒരു സാധനങ്ങളാണ് എന്ത് ചെയ്യേണ്ടത്, നിങ്ങൾ ഏറ്റവും മെയിനായിട്ട് എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും മെയിനായിട്ടുള്ള ഒരു കാര്യം. ഓക്കെ അല്ലേ? പിന്നെ അത് കഴിഞ്ഞിട്ട് എന്താണ്, നമ്മൾ എഴുതുന്നു, നമ്മൾ എന്ത് ചെയ്യുന്നു, അതിനെ എഴുതണം, അതിന്റെ ഭാഷ നോക്കണം, എഡിറ്റിംഗ് വേണം. നമ്മൾ സാറ് പറഞ്ഞ പോലെ തന്നെ പരന്ന വായന ഉണ്ടാവുന്ന, നമുക്ക് പരന്ന വായന ഉണ്ടാവും. അതിനനുസരിച്ച് നമുക്ക് ഡെപ്ത് കൂടും. നമ്മൾ ആദ്യം എഴുതുന്ന സമയത്ത് നമ്മൾ അലിഫി നിർമ്മലിന്റെ ബുക്ക് വായിച്ച ആരെയും ഉണ്ടോ? ഇല്ല. അപ്പൊ അതേപോലെ പിന്നെ വായന വേണം. വായനയായിട്ടുള്ള പുതുതായിട്ടുള്ള വായന വേണം. ആ വായനയിൽ നമ്മൾ എഴുത്തിനെ പോളിഷ് ചെയ്യാൻ കഴിയും. അതാണ് പിന്നെ നിങ്ങൾ അടുത്ത് ശ്രദ്ധിക്കുന്നത്. ഈ ഒരു കാര്യം പറഞ്ഞാൽ നമുക്ക് വരുന്ന സാധനങ്ങൾ നമ്മൾ നോട്ട് ചെയ്ത് വെക്കുന്നു, നമ്മൾ നമ്മുടെ ആവേശത്തോട് കൂടി നമ്മുടെ എഴുത്തിനെ സമീപിക്കുന്നു ചെയ്യുന്നു. പിന്നെ നമ്മൾ ഈ പറഞ്ഞ പോലെ ആ എഴുത്തിന്റെ ഡെപ്ത് കൂടുക എന്ന് പറഞ്ഞാൽ നമുക്ക് വായനയിലൂടെയാണ് അതിന്റെ ഡെപ്ത് കൂട്ടാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. അതായത് എഴുത്തിന്റെ ആഴെന്ന് പറയുന്നു, ആഴം കൂട്ടാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഇത്രയൊക്കെ ഒരു ബേസ് ആയിട്ടുള്ള ഒരു സാധനം ആവശ്യമുണ്ട് തോന്നുന്നു. അല്ലെങ്കിൽ ഭക്ഷണം കഴിച്ച് ഭക്ഷണം തമ്മിൽ. അപ്പോ ബേസ് ആയിട്ടുള്ള ഒരു സാധനം ഇതാണ്. ഓക്കെ. ഇനി നിങ്ങൾ ഫസ്റ്റ് നിങ്ങളൊരു കഥ എഴുതി കഴിഞ്ഞാൽ ആ കഥ എഴുതിയത് നിങ്ങൾ പല പ്രാവശ്യം എഡിറ്റ് ചെയ്യണം.
വീണ്ടും വീണ്ടും വെട്ടിത്തിരുത്തി. പിന്നെ ഏറ്റവും വലിയ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, നമ്മള് ഒരു സ്ഥലത്തെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രത്യേക ഭൂപ്രദേശത്തെ കുറിച്ചിട്ടോ ആ ഭൂപ്രദേശത്ത് മലപ്പുറത്തേക്ക് ഒരു സാധനം വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. വ്യക്തികൾ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ, സംഭാഷണങ്ങൾ വരുന്നത്. ഈ സംഭാഷണങ്ങൾ നമ്മൾ പ്യൂർലി ആ കൊളോക്കിയൽ ആ ഒരു സാധനത്തിൽ തന്നെ നമ്മുടെ ഇവിടെയുള്ള ഒരു ഭാഷയിൽ തന്നെ പോകണം. അതായത് നമ്മളിവിടെ ഉപയോഗിക്കുന്ന ഒരു ഭാഷ, അതിന് നമുക്ക് അച്ചടി ഭാഷ ഉപയോഗിക്കരുത്. അപ്പൊ എന്താണ് അത് അരോചകമായിട്ട് തോന്നും. അതായത് പിന്നെ 60 വയസ്സായിട്ടുള്ള ഒരാൾ അച്ചടി ഭാഷ സംസാരിക്കുന്ന ഒരു സാധാരണ നാടൻ കാർക്ക് അച്ചടി ഭാഷ സംസാരിക്കുമ്പോൾ അനുവാചകർക്ക് അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ ആ കാര്യം സ്ഥലത്തിനും കാലത്തിനും അനുസരിച്ചിട്ട് എന്ത് ചെയ്യണം, നമ്മൾ മാറ്റണം സംഭാഷണങ്ങളുടെ കാര്യം. ഇതൊക്കെയാണ് നമ്മൾ നോർമലായിട്ട് ഏറ്റവും ബേസ് ആയിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. അല്ലെങ്കിൽ ഏറ്റവും ബേസ് ആയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുന്നതിനപ്പുറം നിങ്ങൾ എന്ത് ചെയ്യണം എന്നുള്ളത് മാത്രമാണ് ഞാൻ പറഞ്ഞത്. എഴുതാൻ താല്പര്യമുള്ളവർ എന്ത് ചെയ്യണം, ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഒബ്സർവ് ചെയ്യണം. ആ ഒബ്സർവ് ചെയ്യുന്നത് പിന്നെ നിങ്ങളുടെ ത്രെഡ് എന്താണോ, നിങ്ങളുടെ വിഷയം എന്താണോ അതിനനുസരിച്ച് എഴുതാം. ഇത്രയാണ് ബേസ് ആയിട്ട് പറയാനുള്ളത്. ഇനി വേറെ എന്തെങ്കിലും ഉണ്ടോ? ഇനി അടുത്ത വേറെ എന്തെങ്കിലും ഉണ്ടോ? നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യത്തിൽ ഇന്ററാക്ഷൻ ആയിട്ട് എന്തെങ്കിലും ചോദിക്കണമെങ്കിൽ ചോദിക്കാം. എഴുത്തിനെ കുറിച്ചിട്ടോ, പിന്നെ എഴുത്ത് എഡിറ്റ് ചെയ്യുന്നതിനെ കുറിച്ചിട്ടോ, പബ്ലിഷ് ചെയ്യുന്നതിനെ കുറിച്ചിട്ടോ, എങ്ങനെയെന്നുള്ള എന്ത് കാര്യം. സർ, ഇപ്പൊ ഇവര് എഴുതി കഴിഞ്ഞാൽ തന്നെ കുറെ കുട്ടികൾക്ക് പബ്ലിഷ് ചെയ്യാൻ താല്പര്യം ഉണ്ടാവുമല്ലോ. അതിനിപ്പോ ഏറ്റവും ബെറ്റർ ആയിട്ടുള്ളൊരു മുമ്പൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മള് ഒരു പബ്ലിഷിംഗ് ഏകദേശം ഒരു 4 കൊല്ലം മുമ്പ്, ഒരു 4 കൊല്ലം മുമ്പൊക്കെ ആണെങ്കിൽ മിനിമം നമ്മൾ ഒരു ബുക്ക് അടിക്കണമെങ്കിൽ നമുക്ക് മിനിമം ഒരു 1000 to 2000 കോപ്പി വേണം, എങ്കിലേ നമുക്ക് പ്രിന്റ് ചെയ്യാൻ കഴിയും. പക്ഷെ ഇപ്പൊ നമുക്ക് പ്രിന്റ് ഓൺ ഡിമാൻഡ് എന്നുള്ള സംവിധാനമാണ് POD എന്ന് പറയുന്നത്. നമ്മൾ POD, അതിന് നമുക്ക് ഒരു ബുക്ക് മുതൽ എത്രയും മേലോട്ട് അടിക്കണം. ഒരു ബുക്ക് ഒരു ആക്ട് ആയിട്ട് നമുക്ക് വലിയ എന്താ പറയാ നഷ്ടമല്ലാണ്ട് എന്ന് പറയുന്നത്, ബുക്കിന്റെ വിലയുമായിട്ട് നമുക്ക് വലിയ നഷ്ടമില്ലാതെ നമുക്കൊരു 300 കോപ്പി 200 കോപ്പി ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, സിമ്പിൾ ആയിട്ട് ആ പുസ്തകം കഴിക്കാം. മുമ്പെന്ന് പറഞ്ഞാൽ ഓരോരുത്തരും കേരളത്തിന്റെ DC-ന് മാത്രമേ സ്വന്തമായിട്ടുള്ള പ്രസ് ഉള്ളൂ. മറ്റൊരു മനോരമ മാതൃഭൂമിക്കും എന്തുണ്ട്, ഓൾറെഡി പത്രത്തിന്റെ പ്രസ് ഉണ്ട്. അപ്പോൾ അവരെയും പ്രസ് ഉണ്ട്. വേറെ ആർക്കും മെയിനായിട്ട് അത്രത്തോളം എന്താണ് വലിയ പ്രസിന്റെ സംവിധാനം ഉണ്ടായിരുന്നു. ഇപ്പൊ എന്ന് പറഞ്ഞാൽ എല്ലാവരും ശിവകാശി, ബോംബെ, കോയമ്പത്തൂര് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ കൊടുത്തിട്ട് ഇൻക്ലൂഡിങ് DC പല ടൈപ്പിലുകളും അല്ലെങ്കിൽ മാതൃഭൂമി പല ടൈപ്പിലുകളും അങ്ങനെയാണ് എടുക്കുന്നത്. കുറഞ്ഞ കോപ്പി വേണം, 300-500 കോപ്പി വേണ്ടതൊക്കെ അങ്ങനെ ചെയ്യുന്നത്. അപ്പോ പബ്ലിഷ് ചെയ്യുന്നതിന് കുഴപ്പങ്ങളൊന്നുമില്ല. നമ്മൾ ഈ പറഞ്ഞ പോലെ നോർമലായിട്ട് നമ്മൾ പബ്ലിഷ് ചെയ്യുകയാണെങ്കിൽ, നമ്മളെ ബുക്ക് പ്രിന്റ് ചെയ്യുകയാണെങ്കിൽ ഞാൻ പറഞ്ഞത്. ഇനി ഫസ്റ്റ് ആയിട്ട് നിങ്ങൾ എന്തെങ്കിലും കുറച്ച് കഥകളോ മറ്റൊക്കെ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതെന്താണ് ഒരു വാല്യൂ ഉണ്ടെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾക്കത് പബ്ലിഷേഴ്സിന് അയച്ചു കൊടുക്കാം. അത് പ്രിന്റ് എടുത്തിട്ട് അതിന്റെ ഹാർഡ് കോപ്പി ആയിട്ട് പബ്ലിഷേഴ്സിന്റെ പബ്ലിക്കേഷൻ, ഇപ്പോൾ DC ബുക്സ് ആണെങ്കിൽ DC ബുക്സ് GS3 കോട്ടയം, അല്ലെങ്കിൽ മാതൃഭൂമി ബുക്സ് കോഴിക്കോട് എന്ന് പറഞ്ഞിട്ട് ഏറ്റവും മെയിൻ ആയിട്ട് പബ്ലിഷറെ ഞാൻ പറഞ്ഞു കേട്ടോ, അവർക്ക് അയച്ചു കൊടുക്കാം. അത്രത്തോളം നിങ്ങൾക്ക് കോൺഫിഡൻ്റ് ആണ്. എന്നാൽ എഡിറ്റിങ്ങും മറ്റുള്ളതെല്ലാം നമ്മൾ ചെയ്തിട്ടോ നമ്മൾ ആരും അയച്ചു. അപ്പോ അതിന്റെ കേസ് എന്താണെന്ന് ചോദിച്ചാൽ, ഇപ്പോൾ DC-ന്റെ ഒക്കെ സംബന്ധിച്ചാണെങ്കിൽ അവർ ഓരോ ആഴ്ചയിലും പബ്ലിക്കേഷൻ കമ്മിറ്റി കൂടും. നിങ്ങളെ എല്ലാവരുടെ അടുത്തും അതിൽ വെച്ചിട്ട് അവർക്ക് വാല്യൂ തോന്നുന്ന സാധനങ്ങൾ അവരെന്ത് ചെയ്യും, പ്രിന്റിങ് തീരുമാനിച്ചാൽ നിങ്ങളെ മെയിൽ മുഖാന്തരോ ലെറ്റർ മുഖാന്തരോ അറിയിക്കും. ഇങ്ങനെ അറിയിക്കുമ്പോൾ നിങ്ങൾക്ക് എന്താണെന്ന് ചോദിച്ചാൽ നിങ്ങൾക്കൊരു രൂപയും കയ്യിൽ നിന്ന് ചെലവാവില്ല. നിങ്ങൾക്ക് പകരം നിങ്ങൾ എഴുതിയതിന്റെ ഒരു റോയൽറ്റി എന്ന് അതിന് പറയാം. രാമഗീതന്റെ റോയൽറ്റി, ആ എമൗണ്ട് ഇത്ര പെർസെന്റേജ് 10 മുതൽ 15% വരെ നിങ്ങൾക്ക്. ഇപ്പൊ ഒരു അഖിൽഗീതം വെച്ചിട്ട് ഒരു 400 രൂപയുടെ ഒരു ബുക്ക് വിൽക്കുകയാണെങ്കിൽ 399 രൂപയുടെ ഇതിന് കാപ്യാറോഫാനന്ദി അല്ലെ, ആ 400 രൂപയുടെ ഒരു ബുക്ക് വിൽക്കുമ്പോൾ 40 to 60 രൂപ വരെ ഓരോ കോപ്പിക്കും വാങ്ങി അഖിലിന് കിട്ടും. ഞാൻ അഖിൽ എന്ന് പറയാൻ കാരണം നിങ്ങൾക്ക് കുറച്ചെങ്കിലും ഫെമിലിയർ ആയതെന്നുള്ളതുകൊണ്ടാണ് അഖിലിന് കിട്ടും. സോ അത് 2 ലക്ഷം കോപ്പിയിലേറെ വിറ്റ് കഴിഞ്ഞു അല്ലെ, 2-3 ലക്ഷം കോപ്പി. സോ 60 × 3 ലക്ഷം എത്ര എമൗണ്ട് ആണ്, അതായത് പുറത്തേക്ക് കിട്ടിയിട്ടുണ്ടാവും. എത്ര
എത്രയായി? എത്ര എമൗണ്ട് ആയി? 60 × 3 ലക്ഷം. 3 ലക്ഷം 1.8. എത്രയായി? 1 crore 8 lakh. എത്ര കോടി? കോടിയില്ലേ? കോടി അതെ 1 crore 8 lakh. അപ്പൊ അത്രയും എമൗണ്ട് ആണ് കിട്ടിയിട്ടുണ്ടാവുക ആ ഒരൊറ്റ ബുക്ക് വന്ന്. മനസ്സിലായില്ലേ? അപ്പൊ ഇതേ രീതിയിലാണ് എന്തുണ്ടാവുക, നോർമൽ പബ്ലിഷിംഗ് ഉണ്ടാവുക കേട്ടോ. പിന്നെ ഞാൻ ആദ്യം പറഞ്ഞ പോലെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഏതൊരു ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടും നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഇതിൻ്റെ ബുക്കായി കാണണം എന്ന ആഗ്രഹം ഉണ്ടെങ്കിൽ 300, 300, 200, 300, 500 പോകും. അല്ലെങ്കിൽ ഒരു 100 നിങ്ങളുടെ കൂട്ടുകാരുടെ ബന്ധുക്കളായിട്ട് 100 ആൾക്കാരുണ്ടെങ്കിൽ പിന്നെ വിലയിടുക, അവർക്ക് കൊടുക്കുക, നിങ്ങളുടെ പൈസ കൊടുക്കുക, അങ്ങനെ ചെയ്യാം. ഇതാണ് പബ്ലിഷിങ്ങിന്റെ ഒരു കാര്യം. വേറെ ഈ നമ്മളെ കുട്ടികളൊക്കെ അഡ്വാൻസ്ഡ് ആണല്ലോ, അപ്പോൾ ഈ അവരൊക്കെ ChatGPT ഇങ്ങനെ പോലത്തെ സാധനങ്ങളൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും കോപ്പീഡ് കണ്ടന്റ് ഉണ്ടാവാൻ ചാൻസ്. അപ്പോൾ സാർ അതിനെ പറ്റിയൊന്നും പ്ലാജറിസ് സംഗതി എന്താന്ന് ചോദിച്ചാൽ ഈ ChatGPT മറ്റുള്ളതെന്ന് പറയുന്നത് ഇത് ഇതേപോലെ കോപ്പി ചെയ്യാൻ പറ്റും, ഇത് ഇതേപോലെ കണ്ടുപിടിക്കാനും പറ്റും. പിന്നെ ഏറ്റവും മെയിനായിട്ട് എന്താണെന്ന് ചോദിച്ചാൽ ഒരു സാഹിത്യ സൃഷ്ടി നമുക്ക് ChatGPT കൊണ്ട് ഒരുപാട് ഉണ്ടാക്കാൻ പറ്റും. ഇതൊരു എസ്സേ ഉണ്ടാക്കാം, അസൈൻമെന്റ് ഉണ്ടാക്കാം, അതൊക്കെ നിങ്ങൾ ചെയ്യാം. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ChatGPTക്ക് കണ്ണുകൾ കൊണ്ട് കണ്ടത് മാത്രമേ എഴുതാൻ പറ്റുള്ളൂ. ഞാൻ ഫസ്റ്റ് പറഞ്ഞില്ലേ. പക്ഷെ നിങ്ങളുടെ ഒരു എഴുത്ത് എന്ന് പറഞ്ഞാൽ അതെന്താണ്, കണ്ണുകൊണ്ടും മൂക്കുകൊണ്ടും വായ കൊണ്ടും എല്ലാം കൊണ്ടും എഴുതേണ്ട ഒരു എഴുത്താണ്. സോ അതില് കണ്ടന്റും ഇൻഫർമേഷനേ ഉണ്ടാവുള്ളൂ, ഡെപ്ത് ഉണ്ടാവില്ല. സോ അത് സാഹിത്യ സൃഷ്ടിയായിട്ട് എന്താണ് നിലനിൽക്കാൻ ഭയങ്കര പ്രശ്നമാണ്. നമ്മൾ ഒരു സ്റ്റോറി പറയും, ആ സ്റ്റോറി ChatGPT തരും, അത്രല്ലേ ഉള്ളൂ. അത് കോപ്പി കണ്ടന്റ് ആവില്ല, ChatGPT ഡെവലപ്പ് ചെയ്തതാവാം, അല്ലെങ്കിൽ കോപ്പി കണ്ടന്റ് ആവാം, എന്തും ആവാം. പക്ഷെ നമ്മൾ ഈ പറഞ്ഞ പോലെ സാഹിത്യ സൃഷ്ടി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ChatGPT ഒന്നും ഒരിക്കലും നമുക്ക് ത്രെഡുകളോ മറ്റുള്ളതോ പക്ഷെ അതിന് കിട്ടും. ആ ത്രെഡുകൾ ഡെവലപ്പ് ചെയ്ത് നമ്മുടെ എഫേർട്ട് എടുത്തിട്ട് മാറ്റി എഴുതുന്നതാണെങ്കിൽ ഓക്കെ. ആ ത്രെഡുകളും ChatGPT എന്താണ് ലോകത്തെ എവിടെയെങ്കിലും എന്താ പറയാ ഫില്ല് ചെയ്തിട്ടുള്ള സാധനമായി. സോ അത് പിന്നെ വന്നാൽ അതിനെന്താണ് കോപ്പി ഇഷ്യൂസ് വരും. അങ്ങനെയാണ് ഒരുപാട് പുസ്തകങ്ങൾക്ക് അങ്ങനെ കോപ്പി അനുഭവം പറഞ്ഞിട്ടുണ്ട്. ഒരുപാട് പുസ്തകങ്ങളൊന്നും കോപ്പി ചെയ്താണെന്ന് ഒരുപാട് വിവാദങ്ങൾ വന്നിട്ടുണ്ട്. നമ്മുടെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഖസാക്കിന്റെ ഇതിഹാസ ആശയം നേരിട്ടിട്ടുണ്ട്, ഒരു സങ്കീർത്തനം പോലെ ആശയം നേരിട്ടിട്ടുണ്ട്, ബഷീറിന്റെ മതിലുള്ള ആശയം നേരിട്ടിട്ടുണ്ട്. അങ്ങനെ കുറെ സാധനങ്ങളുണ്ട്. സാധനങ്ങൾ കോപ്പി ആയി വന്നതുകൊണ്ട് പക്ഷെ നമ്മുടെ ക്ലാസിക് വർക്കുകൾ പോലും അതിൽ നിന്ന് വന്നതാണ്. പങ്കാളി നോവലിൽ നിന്ന് കണ്ടെടുത്തതാണ് ഖസാക്കിന്റെ ഇതിഹാസം എന്ന് പറഞ്ഞിട്ട് ഒരു സാധനം വന്നിട്ടുണ്ട്. അപ്പോ അങ്ങനെ പലതും ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അതൊക്കെന്താണ് കലാലയമില്ലാതെ അല്ലെങ്കിൽ നോർമലായിട്ടോ പോകുന്നതായിട്ട് അങ്ങനെ അന്ന് പോയിട്ടുള്ളൂ. അതിലേക്ക് ബഷീറാണ് ഏറ്റവും കൂടുതൽ വളഞ്ഞിട്ട് ആക്രമിച്ച ഒരു വ്യക്തി. കാരണം ബഷീർ വരുന്ന സമയത്ത് ബഷീറിന്റെ ആ ഒരു സാഹിത്യ ശൈലി എന്താണ് മലയാളത്തിൽ ഉണ്ടായിരുന്നത്. ഉപ്പൂപ്പാന്റെ കുടിയാനകൾ എന്ന് പറഞ്ഞിട്ട് ബഷീറിനെ ഭയങ്കരമായിട്ട് വിമർശിച്ചിട്ട് രഘുനാഥനായ ഒരു പുസ്തകം കുറെ സാഹിത്യകാരന്മാരുടെ ഉണ്ടായി കാര്യങ്ങളുണ്ട്. ഇനി നമ്മുടെ ഈ വെബ് ഞാൻ തന്നെ ചോദിക്കുന്നു, നിങ്ങൾക്ക് ആരും ഒന്നും ചോദിക്കാനില്ല, മിന്നു കാര്യം പോലും പിന്നെ ഏറ്റവും മെയിനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ മലയാള പുസ്തകങ്ങളൊക്കെ സാധാരണ നിങ്ങൾക്ക് PDF ഒക്കെ പലർക്കും കിട്ടും. ദയവ് ചെയ്ത് ആ PDF നിങ്ങൾ എന്ത് ചെയ്യരുത്, ഷെയർ ചെയ്ത് പോകരുത്. ക്രിമിനൽ ഒഫൻസ് ആണ്. PDF നിങ്ങൾ വാങ്ങരുത്, വായിക്കരുത്, ഷെയർ ചെയ്യരുത്. കാരണം മലയാളത്തിലുള്ള 99.9% പുസ്തകങ്ങൾ കോപ്പിറൈറ്റുള്ള ബുക്കാണ്. സോ ക്രിമിനൽ ഒഫൻസ് ആണ്. കാംകെ റഹ്മാനത്തിന്റെ വ്യാജ പതിപ്പ് പ്രചരിപ്പിച്ചിട്ട് 3 പേര് ജാമ്യമില്ലാത്ത വകുപ്പിനുള്ളിലായിരുന്നു. കുഞ്ഞു കാര്യമാണ്. പിടിച്ചതായ +1 പഠിക്കുന്ന 2 കുട്ടികൾ. ഞാൻ പറയുന്നത് ഇവർക്ക് ഇതിന്റെ സീരിയസ്നെസ് അറിയില്ല. ഞാൻ ചെറിയ മക്കളായതുകൊണ്ട് പറയാം, ഈ കുട്ടികളൊക്കെ പറഞ്ഞ പറയാം, അത് ഭയങ്കര
ഡോക്യുമെന്റ്സ് ആണ് അത് ചെയ്യരുത്. പക്ഷേ നമുക്കാണെങ്കിൽ കോപ്പിറൈറ്റ് എല്ലാത്തിനും PDF അവൈലബിൾ ആണ്. പക്ഷേ ഇത് ഇങ്ങനെ ട്രേസ് ചെയ്ത് എവിടെയെങ്കിലും ഒന്ന് ആരെങ്കിലും പെട്ടെന്ന് ട്രേസ് ചെയ്ത് വന്നാൽ അത് ഉണ്ടാവും. പിന്നെ ഇതിന്റെ ലൈവ് വേറെ ഉണ്ടോ? സിഗരറ്റിന്റെ പുകച്ചുരുളുകൾ, ഈ പുകച്ചുരുളുകൾ പോലെ ഓർമ്മകൾ എന്നെ വട്ടം പിടിക്കുന്നു എന്ന് പറയുന്നത് ഭയങ്കര ഭംഗിയുള്ളൊരു ഓർമ്മയാണ്. അതെന്ന് വെച്ചാൽ ഓർമ്മകൾ എപ്പോഴും നമ്മൾ എത്ര ആട്ടിപ്പായിക്കാൻ ശ്രമിച്ചാലും വന്നുകൊണ്ടിരിക്കുകയാണ്. മനസ്സിലായി? നമ്മളിങ്ങനെ ചുറ്റിക്കൊണ്ടിരിക്കും. അപ്പൊ ഇതേ രീതിയിലാണ് പറയുന്നത്. അപ്പോ ഇതാണ് നമ്മൾ പറയുന്ന പോലെ ഉപമ അല്ലെങ്കിൽ ഉപകാരക്കാരൻ. അപ്പൊ ഈ ഒരു സാധനങ്ങളാണ് എന്ത് ചെയ്യേണ്ടത്, നിങ്ങൾ ഏറ്റവും മെയിനായിട്ട് എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം. ഓക്കെ അല്ലേ? പിന്നെ അത് കഴിഞ്ഞിട്ട് എന്താണ്, നമ്മൾ എഴുതുന്നു, നമ്മൾ എന്ത് ചെയ്യുന്നു, അതിനെ എഴുതണം, അതിന്റെ ഭാഷ നോക്കണം, എഡിറ്റിംഗ് വേണം. നമ്മൾ സാറ് പറഞ്ഞ പോലെ തന്നെ പരന്ന വായന ഉണ്ടാവുന്ന പരന്ന വായന ഉണ്ടാവും. അതിനനുസരിച്ച് നമുക്ക് ഡെപ്ത് കൂടും. നമ്മൾ ആദ്യം എഴുതുന്ന സമയത്ത് നമ്മൾ അലിംബിതർമ്മനെ ബുക്ക് വായിച്ച ആരെയും ഉണ്ടോ? റാം കേരളാണെന്ന് അപ്പൊ അതേപോലെ പിന്നെ വായന വേണം. വായനയായിട്ട് നന്നായിട്ടുള്ള വായന വേണം. ആ വായനയുടെ നമ്മൾ എഴുത്തിനെ പോളിഷ് ചെയ്യാൻ കഴിയും. അതാണ് പിന്നെ നിങ്ങൾ അടുത്ത് ശ്രദ്ധിക്കുന്നത്. ഈ ഒരു കാര്യം പറഞ്ഞാൽ നമുക്ക് വരുന്ന സാധനങ്ങൾ നമ്മൾ നോട്ട് ചെയ്ത് വെക്കുന്നു, നമ്മൾ നമ്മുടെ ആവേശത്തോട് കൂടി നമ്മുടെ എഴുത്തിനെ സമീപിക്കുന്നു ചെയ്യുന്നു. പിന്നെ നമ്മൾ ഈ പറഞ്ഞ പോലെ ആ എഴുത്തിന്റെ ഡെപ്ത് കൂടുക എന്ന് പറഞ്ഞാൽ നമുക്ക് വായനയിലൂടെയാണ് അതിന്റെ ഡെപ്ത് കൂട്ടാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. അതായത് എഴുത്തിന്റെ ആഴെന്ന് പറയുന്നത് ആഴം കൂട്ടാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഇത്രയൊക്കെ ഒരു ബേസ് ആയിട്ടുള്ള ഒരു സാധനം ആവശ്യമുണ്ട് തോന്നുന്നു. അല്ലെങ്കിൽ ഭക്ഷണം കഴിച്ച് ഭക്ഷണം നോക്കി വരും. അപ്പോ ബേസ് ആയിട്ടുള്ള സാധനം ഇതാണ്. ഓക്കെ, ഇനി നിങ്ങൾ ഫസ്റ്റ് നിങ്ങളൊരു കഥ എഴുതി കഴിഞ്ഞാൽ ആ കഥ എഴുതിയത് നിങ്ങൾ പല പ്രാവശ്യം എഡിറ്റ് ചെയ്യണം. വീണ്ടും വെട്ടിത്തിരുത്തി. പിന്നെ ഏറ്റവും വലിയ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, നമ്മള് ഒരു സ്ഥലത്തെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രത്യേക ഭൂപ്രദേശത്തെ കുറിച്ചിട്ടോ ആ ഭൂപ്രദേശത്തിൽ മലപ്പുറത്തിന്റെ ഒരു സാധനം വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത് വിചാരിക്കും. വ്യക്തികൾ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ സംഭാഷണങ്ങൾ വരില്ലേ, ഈ സംഭാഷണങ്ങൾ നമ്മൾ പ്യൂർലി ആ കൊളോക്കിയൽ ആ ഒരു സാധനത്തിൽ തന്നെ നമ്മുടെ ഇവിടെയുള്ള ഒരു ഭാഷയിൽ തന്നെ നമ്മൾ ഇവിടെ ഉപയോഗിക്കുന്ന ഒരു ഭാഷ, അതിന് നമുക്ക് അച്ചടി ഭാഷ ഉപയോഗിക്കരുത്. അപ്പൊ എന്താണ് അത് അറുപതായിട്ട്, അതായത് പിന്നെ 60 വയസ്സായിട്ടുള്ള ഒരാൾ അച്ചടി ഭാഷ സംസാരിക്കുന്ന ഒരു സാധാരണ നാടൻ കാക്ക അച്ചടി ഭാഷ സംസാരിക്കുമ്പോൾ അനുവാചകർക്ക് അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ ആ കാര്യം സ്ഥലത്തിനും കാലത്തിനും അനുസരിച്ചിട്ട് എന്ത് ചെയ്യണം, നമ്മൾ മാറ്റണം സംഭാഷണങ്ങളുടെ കാര്യം. ഇതൊക്കെയാണ് നമ്മൾ നോർമലായിട്ട് ഏറ്റവും ബേസ് ആയിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. അല്ലെങ്കിൽ ഏറ്റവും ബേസ് ആയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുന്നതിനപ്പുറം നിങ്ങൾ എന്ത് ചെയ്യണം എന്നുള്ളത് മാത്രമാണ് ഞാൻ പറഞ്ഞത്. എഴുതാൻ താല്പര്യമുള്ളവർ എന്ത് ചെയ്യണം, ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഒബ്സർവ് ചെയ്യണം. ആ ഒബ്സർവ് ചെയ്യുന്നത് പിന്നെ നിങ്ങളുടെ ത്രെഡ് എന്താണോ, നിങ്ങളുടെ വിഷയം എന്താണോ അതിനനുസരിച്ച് നിങ്ങൾക്ക് എഴുതാം. ഇത്രയാണ് ബേസ് ആയിട്ട് പറയാനുള്ളത്. ഇനി വേറെ എന്തെങ്കിലും ഉണ്ടോ? ഇനി അടുത്ത എന്തെങ്കിലും ഉണ്ടോ? നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യത്തിൽ ഇന്ററാക്ഷൻ ആയിട്ട് എന്തെങ്കിലും ചോദിക്കണമെങ്കിൽ ചോദിക്കാം. എഴുത്തിനെ കുറിച്ചിട്ടോ, പിന്നെ എഴുത്ത് എഡിറ്റ് ചെയ്യുന്നതിനെ കുറിച്ചിട്ടോ, പബ്ലിഷ് ചെയ്യുന്നതിനെ കുറിച്ചിട്ടോ, എങ്ങനെയെന്നുള്ള എന്ത് കാര്യം. സർ, ഇപ്പൊ ഇവര് എഴുതി കഴിഞ്ഞാൽ തന്നെ കുറെ കുട്ടികൾക്ക് പബ്ലിഷ് ചെയ്യാൻ താല്പര്യം ഉണ്ടാവുമല്ലോ. അതിനിപ്പോ ഏറ്റവും ബെറ്റർ ആയിട്ടുള്ളൊരു മുമ്പൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മള് ഒരു പബ്ലിഷിംഗ് ഏകദേശം ഒരു 4 കൊല്ലം മുമ്പ്, ഒരു 4 കൊല്ലം മുമ്പൊക്കെ ആണെങ്കിൽ മിനിമം നമ്മൾ ഒരു ബുക്ക് അയക്കണമെങ്കിൽ നമുക്ക് മിനിമം ഒരു 1000 to 2000 കോപ്പി വേണം, എങ്കിലും നമുക്ക് പ്രിന്റ് ചെയ്യാൻ കഴിയും. പക്ഷെ ഇപ്പൊ നമുക്ക് പ്രിന്റ് ഓൺ ഡിമാൻഡ് എന്നുള്ള സംവിധാനം POD എന്ന് പറയുന്നത്, POD. അതിന് നമുക്ക് ഒരു ബുക്ക് മുതൽ
എത്രയും മേലോട്ട് അടിക്കാൻ. ഒരു ബുക്ക് ഒരു ആക്ടായിട്ട് നമുക്ക് വലിയ എന്താ പറയാ നഷ്ടമല്ലാണ്ട് എന്ന് പറയുന്നത്, ബുക്കിന്റെ വിലയുമായിട്ട് നമുക്ക് വലിയ നഷ്ടമില്ലാതെ നമുക്കൊരു 300 കോപ്പി 200 കോപ്പി ഒക്കെ ബുക്ക് ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, സിമ്പിൾ ആയിട്ട് ആ പുസ്തകം കഴിക്കാൻ പറ്റും. മുമ്പ് എന്ന് പറഞ്ഞാൽ ഓരോരുത്തരും ഇപ്പോൾ കേരളത്തിൽ തന്നെ DC ബുക്സിന് മാത്രമേ സ്വന്തമായിട്ട് പ്രസ് ഉള്ളൂ. മറ്റൊരു മനോരമക്കും മാതൃഭൂമിക്കും എന്തുണ്ട്, ഓൾറെഡി പത്രത്തിന്റെ പ്രസ് ഉണ്ട്. അപ്പോൾ അവർക്കും പ്രസ് ഉണ്ട്. വേറെ ആർക്കും മെയിനായിട്ട് അത്രത്തോളം എന്താണ് വലിയ പ്രസിന്റെ സംവിധാനം ഉണ്ടായിരുന്നു. ഇപ്പൊ എന്ന് പറഞ്ഞാൽ എല്ലാവരും ശിവകാശി, ബോംബെ, കോയമ്പത്തൂര് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ കൊടുത്തിട്ട് ഇൻക്ലൂഡിങ് DC പല ടൈറ്റിലുകളും അല്ലെങ്കിൽ മാതൃഭൂമി പല ടൈറ്റിലുകളും അങ്ങനെയാണ് കുറഞ്ഞ കോപ്പി വേണ്ടത്, 300-500 കോപ്പി വേണ്ടത് അങ്ങനെ ചെയ്യും. അപ്പോ പബ്ലിഷ് ചെയ്യുന്നതിന് കുഴപ്പങ്ങളൊന്നുമില്ല. നമ്മൾ ഈ പറഞ്ഞ പോലെ നോർമലായിട്ട് നമ്മൾ പബ്ലിഷ് ചെയ്യുകയാണെങ്കിൽ, നമ്മളെ ബുക്ക് പ്രിന്റ് ചെയ്യുകയാണെങ്കിൽ ഞാൻ പറഞ്ഞത്, ഇനി ഫസ്റ്റ് ആയിട്ട് നിങ്ങൾ എന്തെങ്കിലും കുറച്ച് കഥകളോ മറ്റൊക്കെ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതെന്താണ് ഒരു വാല്യൂ ഉണ്ടെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾക്കത് പബ്ലിഷേഴ്സിന് അയച്ചു കൊടുക്കാം. അത് പ്രിന്റ് എടുത്തിട്ട് അതിന്റെ ഹാർഡ് കോപ്പി ആയിട്ട് പബ്ലിഷേഴ്സിന്റെ പബ്ലിക്കേഷൻ, ഇപ്പോൾ DC ബുക്സ് ആണെങ്കിൽ DC ബുക്സ് GS കോട്ടയം, അല്ലെങ്കിൽ മാതൃഭൂമി ബുക്സ് കോഴിക്കോട് എന്ന് പറഞ്ഞിട്ട് ഏറ്റവും മെയിൻ ആയിട്ട് പബ്ലിഷറെ ഞാൻ പറഞ്ഞു കേട്ടോ, അവർക്ക് അയച്ചു കൊടുക്കാം. അത്രത്തോളം നിങ്ങൾക്ക് കോൺഫിഡൻ്റ് ആണ്. എന്താണ് എഡിറ്റിങ്ങും മറ്റുള്ളതെല്ലാം നമ്മൾ ചെയ്തിട്ടോ നമ്മൾ ചെയ്തിട്ടോ നമുക്ക് അയച്ചു. അപ്പോ അതിന്റെ കേസ് എന്താണെന്ന് ചോദിച്ചാൽ, ഇപ്പോൾ DC-ന്റെ ഒക്കെ സംബന്ധിച്ചാണെങ്കിൽ അവർ ഓരോ ആഴ്ചയിലും പബ്ലിക്കേഷൻ കമ്മിറ്റി കൂടും. നിങ്ങളെ എല്ലാവരുടെ എടുത്തും അതിൽ വെച്ചിട്ട് അവർക്ക് വാല്യൂ തോന്നുന്ന സാധനങ്ങൾ അവർ ചെയ്യും, പ്രിന്റിങ് തീരുമാനിച്ചാൽ നിങ്ങളെ മെയിൽ മുഖാന്തരോ ലെറ്റർ മുഖാന്തരോ അറിയിക്കും. ഇങ്ങനെ അറിയിക്കുമ്പോൾ നിങ്ങൾക്ക് എന്താണെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് ഒരു രൂപയും കയ്യിൽ നിന്ന് ചെലവാകില്ല. നിങ്ങൾക്ക് പകരം നിങ്ങൾ എഴുതിയതിന്റെ ഒരു റോയൽറ്റി എന്ന് അതിന് പറയും. റോയൽറ്റി ആ എമൗണ്ട് ഇത്ര പെർസെന്റേജ് 10 മുതൽ 15% വരെ നിങ്ങൾക്ക്. ഇപ്പൊ ഒരു അംഗീകൃതം വെച്ചിട്ട് ഒരു 400 രൂപയുടെ ഒരു ബുക്ക് ബുക്കാണെങ്കിൽ 399 രൂപയുടെ ഇതിന് റാംക്യാറോഫാനന്തി അല്ലെ, ആ 400 രൂപയുടെ ഒരു ബുക്ക് വിൽക്കുമ്പോൾ 40 to 60 രൂപ വരെ ഓരോ കോപ്പിക്ക് വാങ്ങി അഖിലിന് കിട്ടും. ഞാൻ അഖിൽ എന്ന് പറയാൻ കാരണം നിങ്ങൾക്ക് കുറച്ചെങ്കിലും ഫെമിലിയർ ആയതെന്നുള്ളതുകൊണ്ടാണ് അഖിലിന് കിട്ടും. സോ അത് 2 ലക്ഷം കോപ്പിയിലേറെ വിറ്റ് കഴിഞ്ഞു അല്ലെ, 2-3 ലക്ഷം കോപ്പിയിൽ. സോ 60 into 3 ലക്ഷം എത്ര എമൗണ്ട് ആണ്, അതായത് അഖിലിന് കിട്ടിയിട്ടുണ്ടാവും. എത്രയായിരുന്നു പബ്ലിഷർക്ക് കൊടുക്കാം, അതാണോ സ്ഥിരീകരിക്കുന്നത്. എല്ലാ ലാംഗ്വേജിലോട്ടും ഉള്ള സ്ഥാപന രംഗമെല്ലാം നിങ്ങൾക്ക് തന്നു എന്ന് പറഞ്ഞിട്ട് കൊടുക്കാം, മനസ്സിലായോ? അല്ലെങ്കിൽ ഇതിന്റെ മലയാള ഭാഷ മാത്രം നിങ്ങൾക്ക് എന്ന് പറഞ്ഞിട്ട് കൊടുക്കാം, മലയാള ഭാഷ മാത്രം നിങ്ങൾക്ക് എന്ന് പറഞ്ഞിട്ട് കൊടുക്കാം. അപ്പോ മറ്റുള്ള അല്ലെങ്കിൽ ഇതിന്റെ വേറെ എന്തെങ്കിലും രൂപ ഇതിന്റെ സിനിമ മാത്രം നിങ്ങൾക്ക് എന്ന് പറഞ്ഞിട്ട് കൊടുക്കാം, എങ്ങനെയും കൊടുക്കാം. അപ്പൊ നമ്മള് ആസ് എ പേഴ്സൺ നമ്മുടെ അടുത്ത് നിന്ന് പെർമിഷൻ, നമ്മൾ എല്ലാത്തിന്റെയും കോപ്പിറൈറ്റ് ഒറ്റയടിക്ക് നമ്മളെ പബ്ലിഷർക്ക് വിറ്റ് കഴിഞ്ഞാൽ ഇതിന് സിനിമയാക്കാനുള്ള പെർമിഷനും ഇത് ട്രാൻസ്ലേഷൻ ചെയ്യാനുള്ള പെർമിഷനും അധികം പുതിയ എഴുത്തുകാരും അങ്ങനെയാണ് ചെയ്യാം. അഗ്രിമെന്റ് തരും, അതിലെ കൊണ്ടുള്ളൂ, മനസ്സിലായോ? ഇതിന്റെ ഓഡിയോ ബുക്സ് ഉണ്ട്, കേട്ടിട്ടില്ലേ? സ്റ്റോറി ടെൽ എന്നൊക്കെ പറഞ്ഞ ഓഡിയോ ബുക്സ് എടുക്കുന്ന ബുക്ക് ഒക്കെ അല്ലേ, എല്ലാ ആപ്സ് എടുത്ത് ഞാൻ പറയുന്നത് സ്റ്റോറി ടെൽ ഒക്കെ. ഈ സ്റ്റോറി ടെൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആപ്പ് ഉണ്ട്. ഇതിനൊക്കെ ഓരോ ബുക്കിന് ലക്ഷങ്ങൾ ഇതിനൊക്കെ എഴുതുകാരന് കിട്ടും. പക്ഷേ ഇത് പബ്ലിഷർക്ക് കൊടുത്താൽ പബ്ലിഷറാണ് പിന്നെ കൊടുക്കുക, എഴുതുകാരന് കൊടുക്കുന്നത് പിന്നെ പല പബ്ലിഷേഴ്സും കൊടുക്കില്ല, അങ്ങനെ. അപ്പൊ ഈ രീതിയിൽ വരുന്ന സമയത്താണെങ്കിൽ ഇങ്ങനെ വരുമ്പോ എന്ത് ചെയ്യാൻ പറ്റും, നമ്മൾ ഏതാണോ കൊടുത്തിട്ടുള്ളത് അത് മാത്രം ചെയ്യാൻ പാടുള്ളൂ. ഇപ്പൊ മലയാളം മാത്രമാണ് കൊടുത്തിട്ടുണ്ടെങ്കിൽ മലയാളം മാത്രമേ പാടുള്ളൂ, മലയാളം ഇംഗ്ലീഷും കൊടുത്തിട്ടുണ്ടെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ലാംഗ്വേജ് എല്ലാം കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ പബ്ലിഷർക്ക് എന്ത് ചെയ്യാം, അതിന്റെ റൈറ്റ് ഉണ്ട് ആർക്ക് കൊടുക്കും. അത് സാധാരണയായി എല്ലാ ലോകത്തിലുള്ള എല്ലാ ഫേമസ് ആയിട്ടുള്ള പുസ്തകോത്സവങ്ങൾ ഉണ്ടാവും. ഇപ്പോൾ ഷാർജ ഇന്റർനാഷണൽ ബുക്ക് ഫെയർ, അതുപോലെ തന്നെ ഫ്രാങ്ക്ഫർട്ട് ഇന്റർനാഷണൽ ബുക്ക് ഫെയർ, ഇവിടൊക്കെ ഒരു റൈറ്റ് ടേബിൾ കോൺഫറൻസ് എന്ന് പറയുന്നത് റൈറ്റ് നമുക്ക് പോലെ. അപ്പോൾ പല നാട്ടിൽ നിന്നുള്ള പബ്ലിഷേഴ്സ് വന്നിരിക്കും. സോ അവർ തമ്മിൽ മ്യൂച്വലായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കും. അപ്പോൾ അങ്ങനെ എന്ത് ചെയ്യും, ഈ ഭാഷയിലുള്ള ഒന്ന് എന്ത് ചെയ്യും, മറ്റുള്ളവർക്ക് വിൽക്കണമെങ്കിൽ ഇവർ തമ്മിൽ സംസാരിക്കുന്നത് ഇത്ര ലക്ഷം രൂപക്ക്. ഉദാഹരണമായിട്ട് പിന്നെ സിറിയയിലുള്ള ഒരു ഭാഷയിൽ
ആടുജീവിതം പോകണമെങ്കിൽ ആടുജീവിതത്തിന് പബ്ലിഷ് ആയിട്ടുള്ള ഗ്രീൻ ബുക്സോ അല്ലെങ്കിൽ ബെന്യാമിനോ വന്ന് അവിടെയുള്ള ആരാണോ പബ്ലിഷ് ചെയ്യാൻ താല്പര്യമുള്ളത് അവര് ഇവരോട് സംസാരിച്ചിട്ട് ഇത്ര എമൗണ്ടിന് ഇതിന്റെ കോപ്പിറൈറ്റ് തരാം എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യാം, ഇതിന്റെ കോപ്പിറൈറ്റ് അങ്ങനെ കൊടുക്കുകയും ചെയ്യും. മനസ്സിലായില്ലേ? ഇനി ഇതേപോലെ തന്നെ ഇത് ഫിലിം ആക്കണമെങ്കിലും ഇതേപോലെ തന്നെയാണ്. സിനിമയാക്കണമെങ്കിലും ആ എഴുത്തുകാരോട് ഇവരോട് പറഞ്ഞിട്ട് ഇതിന്റെ സിനിമയാക്കുമ്പോൾ എന്താണോ ചെയ്യുന്നത് ആ സാധനം എന്താണ് അതിന് ഇത്ര രൂപത്തിൽ സിനിമയാക്കാൻ വേണ്ടിയിട്ട് തരാമെന്ന് പറഞ്ഞിട്ട് ചെയ്യാം. ഇപ്പോ റീസെന്റ് ആയിട്ട് ബോഗൻവില്ല എന്ന് പറഞ്ഞ സിനിമ വന്നു അല്ലേ? അത് ഏത് കുട്ടിയുടെ ആണെന്നറിയാം? ലാജോ ജോസിന്റെ റൂട്ടിന്റെ ലോകം എന്ന പുസ്തകമാണ് എന്തായി മാറിയത്, ആ സിനിമയായിട്ട് മാറിയത്. അപ്പൊ ഇങ്ങനെയാണ് എന്ത് വരുന്നത്. അപ്പൊ ലാജോ ജോസിന്റെ ചെറുപ്പത്തിലാണ് ഒരു 20-30 ലക്ഷമായി എഴുത്തിന് വേണ്ടി മാത്രം കിട്ടിയിരുന്നത്. ആ സിനിമ നിന്ന് മാത്രം ബുക്കിന്റെ കോപ്പിറൈറ്റ് മറ്റുള്ളത്. അതിന് വേറൊരു അൽബേനിയൻ ഭാഷയിലോട്ട് പോവുകയാണെങ്കിൽ അവിടെ നിന്നുള്ള എന്താണ് എമൗണ്ട് കിട്ടും. അതൊക്കെ ഈ വിശ്വ സാഹിത്യോത്സവം ഇന്റർനാഷണൽ ബുക്ക് ഫെയർസിലാണ് എന്ത് ചെയ്യുക, ഈ കോപ്പിറൈറ്റ് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറ്റം ചെയ്യുന്നത്. അതേപോലെ തന്നെ പുറത്തുനിന്നുള്ള ബുക്കുകൾ നമ്മൾ മുമ്പോട്ട് എടുക്കുമല്ലോ. ഇപ്പൊ ലോക സാഹിത്യത്തിലുള്ള ഒരുപാട് ബുക്കുകൾ നമുക്ക് മലയാളത്തിൽ കിട്ടും. ഈ മലയാളത്തിൽ കിട്ടുന്നത് ഇതേപോലെ തന്നെ ഇവിടെയുള്ള പബ്ലിഷർ എമൗണ്ട് കൊടുത്തിട്ട് അവരെടുക്കുന്ന കോപ്പിറൈറ്റ് വാങ്ങണം. അങ്ങനെ. പിന്നെ ടീച്ചർ ചോദിച്ചതിൽ ഒരു ചെറിയ പോയിന്റ് എന്താണെന്ന് വെച്ചാൽ, ചില സാധനങ്ങൾ നമ്മൾ ട്രാൻസ്ലേറ്റ് ചെയ്താൽ അതിലെന്താണ്, അതിന്റെ ആ ട്രാൻസ്ലേറ്റ് ചെയ്ത വ്യക്തിക്ക് അതിൽ അധികാരം ഉണ്ടാവും. അതെന്താണെന്ന് ചോദിച്ചാൽ, ഒരു കോപ്പിറൈറ്റിന് ഒരു പീരീഡ് ഉണ്ട്. ഒരു 60 വർഷം എന്ന് വിചാരിക്കും. ഒരു പുസ്തകം എഴുതി 60 വർഷം കഴിഞ്ഞാൽ ആ പുസ്തകം കോപ്പിറൈറ്റ് ഫ്രീ ആവും. കോപ്പിറൈറ്റ് ഫ്രീ ആവും. ഇപ്പൊ ഉദാഹരണമായിട്ട് നമ്മുടെ കിഴവനും കടലും അല്ലെ, കിഴവനും കടലും അല്ലെ, കിഴവനും കടലും എന്നുള്ള പുസ്തകം എന്താണെന്ന് ചോദിച്ചാൽ ദി ഓൾഡ് മാൻ ആൻഡ് സീ അല്ലെ, അതിന്റെ പേര് ഓൾഡ് മാൻ ആൻഡ് സീ. അത് ആർക്കും ട്രാൻസ്ലേറ്റ് ചെയ്യാം. അതിപ്പോ നിങ്ങൾക്ക് ആർക്കും ട്രാൻസ്ലേറ്റ് ചെയ്യാം, നിങ്ങളുടേതായിട്ടുള്ള ട്രാൻസ്ലേഷൻ. അത് മലയാളത്തിലുള്ള ഏത് പബ്ലിഷേഴ്സിനും കൊടുക്കാം, നിങ്ങളെ വർക്കല്ല. പക്ഷെ നിങ്ങൾ ആ ട്രാൻസ്ലേഷൻ ആർക്ക് കൊടുക്കാം, ആ ട്രാൻസ്ലേഷന് അവർ പൈസ തരും. അല്ലെങ്കിൽ ആ ട്രാൻസ്ലേഷന്റെ ഓരോ കോപ്പിയും വിൽക്കുന്നതിനനുസരിച്ച് റോയൽറ്റി ആയിട്ട് കിട്ടുകയാണെങ്കിൽ അങ്ങനെ കിട്ടും. ഇതുകൊണ്ടാണ് ഇംഗ്ലീഷ് ക്ലാസിക്കുകൾ ഉണ്ടല്ലോ, ഇംഗ്ലീഷിലുള്ള ക്ലാസിക് വർക്കുകൾ. ഏതൊക്കെ ക്ലാസിക്സുകൾ ഇംഗ്ലീഷിലുള്ള? എത്ര ക്ലാസിക്സിന്റെ പേരറിയാം? നമ്മൾ പറയില്ലേ, എന്താണ് ഡ്രാക്കുള, പ്രൈഡ് ആൻഡ് പ്രെജുഡിസ്, എമ്മ, അങ്ങനെ കുറേ സാധനങ്ങളില്ലേ. അപ്പൊ ഈ ബുക്കുകളൊക്കെ ഒരുപാട് ട്രാൻസ്ലേഷൻസ് ഉണ്ടാവും മലയാളത്തിൽ തന്നെ. ഒരുപാട് വ്യക്തികളുടെ ട്രാൻസ്ലേഷൻസ് ഉണ്ടാവും. പാപങ്ങൾ എന്ന് പറഞ്ഞിട്ട് ചെറിയ ബുക്കുണ്ട്, മാക്സിക്കോറിന്റെ അമ്മ, ഇതൊക്കെ ഒരുപാട് ട്രാൻസ്ലേഷൻ വന്ന ബുക്കാണ്. അപ്പൊ ഇങ്ങനെയുള്ള ഒരു സാധനം നമുക്ക് എന്ത് ചെയ്യാം, ഒരു ഇംഗ്ലീഷ്. ഇപ്പൊ എന്റെ അടുത്ത ബുക്ക് വരുന്നത്, ഇപ്പൊ എന്റെ സ്ഥാപനത്തിന്റെ അടുത്ത ബുക്ക് വരുന്നത് ഓൾഡ് മാൻ ആൻഡ് സീ എന്ന് പറഞ്ഞിട്ടുള്ള പുസ്തകത്തിന്റെ ട്രാൻസ്ലേഷൻ വരുന്നത്. അത് ബാംഗ്ലൂരിലുള്ള ഒരു ആശ റോയ്സ് എന്ന് പറഞ്ഞിട്ട് ഒരാളാണ് ട്രാൻസ്ലേറ്റ് ചെയ്തത്. സോ ഞാൻ എന്ത് ചെയ്യുന്നു ചോദിച്ചാൽ, ആശയ്ക്ക് ഞാൻ അതിന്റെ ഒരു കോൺട്രാക്ട് കൊടുത്തു ട്രാൻസ്ലേറ്റ് ചെയ്ത് തരാൻ വേണ്ടിയിട്ട്. അത് ആശയുടെ ട്രാൻസ്ലേഷൻ കഴിഞ്ഞിട്ട് വന്നിട്ടുണ്ട്. ഇനി ഞാൻ എന്ത് ചെയ്യുന്നു ചോദിച്ചാൽ, ഒന്നുകിൽ ഒറ്റ പേയ്മെന്റ് ആശയ്ക്ക് കൊടുത്താൽ അത് എന്റേതായിട്ട്, മനസ്സിലായോ, ഒരു സിംഗിൾ പേയ്മെന്റ്, നമ്മൾ ഉണ്ടാക്കുന്ന എഗ്രിമെന്റ്. അല്ലെങ്കിൽ ഞാൻ വിൽക്കുന്ന ഓരോ കോപ്പിയുടെയും 10-20% എന്നാ പറയുന്നത്. അപ്പൊ എങ്ങനെയാണോ എനിക്ക് സൂട്ടബിൾ ആ രീതിയിൽ ഞാൻ എന്ത് ചെയ്യും, അവർക്കത് കൊടുക്കും. ഇങ്ങനെയാണ് നോർമൽ ആയിട്ട് കോപ്പിറൈറ്റ് ഇല്ലാത്ത പുസ്തകത്തിന്, കോപ്പിറൈറ്റിന്റെ ടൈം കഴിഞ്ഞ പുസ്തകത്തിന് സംഭവിക്കുന്നത്. റീസെന്റ് ആയിട്ട് കുറെ പുസ്തകങ്ങൾ അങ്ങനെ കഴിഞ്ഞിട്ടുണ്ട്. ഇന്ത്യ മീൻസ് ഫ്രീഡം എന്ന് പറഞ്ഞിട്ട് മൗലാന അബുൽ കലാം ആസാദിന്റെ ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഒരു വർക്കുണ്ട്, ഇന്ത്യ ചരിത്രം അറിയപ്പെടുന്നത്. റീസെന്റ് ആയിട്ടാണ് അതിന്റെ കോപ്പിറൈറ്റ് എടുത്ത് ഒരുപാട് ആളുകൾ ഇന്ത്യ സ്വന്തമാകും എന്ന് പറഞ്ഞ് മാതൃഭൂമി ഇറക്കി, വേറെ 1-2 പേര്. ഇങ്ങനെയാണ് ഉണ്ടാവുക.